morning. Magic morning to all. മാം. Magic morning. Magic അപ്പൊ morning. എന്തായാലും ഇന്നൊരു സ്പെഷ്യൽ ടോപ്പിക്കാണ് മാജിക് മോർണിംഗ് മാജിക് മോർണിംഗ്. അപ്പൊ ഇന്നിപ്പോ എത്ര പേരുണ്ട് നോക്കട്ടെ. ഓക്കെ, 14 ഒന്ന് 15 പേര്. ഓക്കെ, അപ്പൊ എന്തായാലും സെയിന്റ് തെരേസ എന്ന് ഒരു പക്ഷെ ടോപ്പിക് കണ്ടപ്പോ നിങ്ങൾക്ക് എല്ലാവരുടെയും മനസ്സിലേക്ക് ഒരാളുടെ മുഖം വന്നിട്ടുണ്ടാവില്ല. മണി സാറേ, ആരുടെ മുഖമാണ് വന്നത്? ആരുടെയൊക്കെ മദർ മുഖം തെരേസ. മനസ്സിലേക്ക് വന്നു? മദർ തെരേസ. അതെ, മദർ തീർച്ചയായും തെരേസ. മദർ തെരേസ. യാ, താങ്ക് യു. മദർ തെരേസ. അപ്പോ മദർ തെരേസയെ കുറിച്ച് തന്നെയാണ് ഞാനും പറയാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ വീക്കിൽ ആദ്യത്തെ ഒരു ഡേ മൺഡേ ഉച്ചയ്ക്ക് ശേഷം ഞാൻ എന്റെ പുസ്തകം ഒന്ന് റീകളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി ലൈബ്രറിയിൽ പോയി. അപ്പൊ ലൈബ്രറിയിൽ പോയിട്ട് ഞാൻ ഓൾറെഡി 2 പുസ്തകം എടുത്തു വെച്ചപ്പോൾ വെറുതെ വീണ്ടും കുറച്ച് സമയം കൂടി അതിന്റെ ഉള്ളിൽ ഇരിക്കണം തോന്നിയ സമയത്താണ് ഞാൻ വെറുതെ ആത്മകഥയിലേക്ക് ഒന്ന് കുറെ ആ ഒരു റാക്കിലേക്ക് ഒന്ന് പോയിട്ട് വീണ്ടും കുറെ സമയം തെരഞ്ഞത്. കാരണം ചില സമയത്ത് ഓടി എടുത്ത് തിരിച്ചു പോകുന്നത് അന്ന് കുറച്ച് സമയം കിട്ടിയിട്ടുണ്ട്. കുറെ ആത്മകഥയുടെ ആ പുസ്തകങ്ങൾക്കിടയിലേക്ക് കുറെ നേരം നോക്കി നിന്നപ്പോഴാണ് ഒരു പുസ്തകം എന്റെ കയ്യിലെത്തിയത്. മദർ തെരേസ എന്ന് ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്ന ഒരു പുസ്തകമാണ് എന്റെ മുന്നിലേക്ക് വന്നത്. അപ്പൊ ആ പുസ്തകം എഴുതിയിരിക്കുന്നത് ഫാദർ ജോഷി കണ്ണൂക്കാടനാണ്. ഒരു കുഞ്ഞു പുസ്തകമാണ്, ഒരു മാക്സിമം ഒരു 100 പേജേ ഉണ്ടാവുള്ളൂ. അപ്പൊ എനിക്ക് തോന്നി, ഓക്കെ, ഇതിപ്പോ ഞാൻ 2 പുസ്തകം ഓൾറെഡി എടുത്തത് കൊണ്ട് ഇനി ഒരു പുസ്തകം കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോ ഇത് എന്റെ കയ്യിൽ വെക്കാം. വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്ത് അവിടെ ഇരുന്നിട്ട് അവിടെ കുറച്ച് നേരം റീഡ് ഔട്ട് ചെയ്ത്, അത് നമുക്ക് ഇത് ചൂസ് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ടേബിൾ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ കുറച്ച് സമയം നമുക്ക് അവിടെ ഇരുന്ന് വായിക്കാം. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു പുസ്തകം എടുത്ത് അത് മുഴുവനും അവിടെ ഇരുന്ന് വായിച്ചു എന്നുള്ളതാണ് എന്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അത് അപ്പൊ ഇരുന്ന് വായിക്കണം എനിക്ക് തോന്നിയ ഒരു കാരണം പിന്നീടാണ് മനസ്സിലായത്. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഓരോ ഇൻസിഡന്റ് കഴിഞ്ഞപ്പോൾ ചില കാര്യങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു തുടങ്ങി. കാരണം ഒരു പക്ഷെ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ മദർ തെരേസയെ കുറിച്ച് കേട്ടപ്പോഴും പിന്നീട് പുസ്തകങ്ങളൊക്കെ ഒരുപാട് വായിച്ചപ്പോഴും എന്റെ മനസ്സിലേക്ക് വന്നത് അവര് ചെയ്ത വലിയ വലിയ കാര്യങ്ങളല്ല. നിങ്ങളുടെ മനസ്സിലേക്ക് വന്നത് അത് തന്നെയല്ലേ? അല്ലെ? ഒരുപാട് പാവങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വയം ജീവിതം സമർപ്പിച്ച ഒരു വ്യക്തി. കുഷ്ഠരോഗികൾക്ക് വേണ്ടിയിട്ട് ഒരു പക്ഷെ ആദ്യമായിട്ട് അവർക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട് അവർക്ക് വേണ്ടി ഒരു ഹോസ്പിറ്റലുകളും ഒക്കെ ആരംഭിക്കാൻ നമ്മുടെ സമൂഹത്തെ പഠിപ്പിച്ച ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ മദർ തെരേസയെ കണ്ടത്. പക്ഷേ കഴിഞ്ഞ ദിവസം എനിക്കിത് വായിച്ചപ്പോ ഇതൊന്നുമല്ല മനസ്സിലേക്ക് കയറി വന്ന കാര്യം. നമ്മൾ എന്താണോ തിരയുന്നത് അത് നമ്മളെ തേടിക്കൊണ്ടിരിക്കും എന്ന് ഉറപ്പിക്കുന്ന ഒരു പുസ്തകമായിട്ടാണ് എനിക്ക് അന്ന് അത് ഫീൽ ചെയ്തത്. അതിൽ ഒരു 5 ഇൻസിഡന്റ് ആണ് മെയിൻ ആയിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചത്. ബാക്കിയൊക്കെ സിമിലാരിറ്റി ഉണ്ടെങ്കിലും ഇതൊരു 5 ഷെയർ ചെയ്ത് വരുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തകളെ ഒന്ന് വിലയിരുത്തുന്നത് നന്നായിരിക്കും. അതില് ഒരു ഇൻസിഡന്റ് എന്ന് പറയുന്നത് വെച്ചാൽ മദർ തെരേസ ഒരു കുഷ്ഠരോഗികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പാവപ്പെട്ട ഒരുപാടൊന്നും ചെയ്യാൻ കഴിവില്ലാത്ത ഒരുപാട് വ്യക്തികൾക്ക് വേണ്ടിയിട്ട് കൽക്കത്തയിൽ ഒരു സത്രം കണ്ടെത്തി. പക്ഷെ അവിടെ അതിനാവശ്യമായ മരുന്നുകൾ വേണം. അത് കൂടാതെ ഒരുപാട് ഡിസ്പെൻസറികളും പലയിടങ്ങളിലായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അവിടേക്കുള്ള ആവശ്യമായിട്ടുള്ള മരുന്നുകൾ ഡിസ്പെൻസറിയിലേക്ക് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു മരുന്ന് ഫാക്ടറിയിലേക്ക് വിവിധതരം മരുന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന അത് പാക്ക് ചെയ്ത് പല സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു സ്ഥാപനത്തിലേക്ക് കയറി ചെന്നു. അപ്പൊ അവിടെ ചെന്നിട്ട് മദർ തെരേസ ചെയ്തെന്താണെന്ന് വെച്ചാൽ താൻ കൊണ്ടുവന്ന ലിസ്റ്റ് പ്രകാരം ഉള്ള മരുന്നുകളുടെ ഡീറ്റെയിൽസ് അവിടുത്തെ മാനേജർക്ക് നൽകിയ ശേഷം ഇത് കണ്ടപ്പോൾ മാനേജറോട് മദർ തെരേസ പറഞ്ഞത്, ഇത് എന്റെ പാവപ്പെട്ട രോഗികൾക്ക് സംഭാവനയായിട്ട് നൽകണം എന്ന് പറയാം. അപ്പൊ അത് പറഞ്ഞപ്പം ഈ മാനേജർ ആകെ ദേഷ്യപ്പെട്ടിട്ട് ഭയങ്കര ദേഷ്യത്തോടു കൂടി എഴുന്നേറ്റ് ഈ ഒരു എഴുതി കൊണ്ടുവന്ന ഈ ലിസ്റ്റ് മദർ തെരേസ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ: നിങ്ങൾക്ക് സ്ഥലം തെറ്റിപ്പോയി. മരുന്ന് വെറുതെ കൊടുക്കുന്ന സ്ഥലമല്ല, ഇത് വിൽക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് തിരിച്ചു പോകണമെന്ന് കാർക്കശ്യമായിട്ട് വളരെ ദേഷ്യത്തോടു കൂടി മദർ തെരേസയോട് പറയുണ്ടായി. ആ സമയത്ത് മദർ തെരേസ ഒന്നും പറഞ്ഞില്ല. കാരണം ഓൾറെഡി മദർ തെരേസ പറഞ്ഞു കഴിഞ്ഞു, ഇത് എന്റെ പാവപ്പെട്ട രോഗികൾക്ക് ആവശ്യമായ വളരെ അത്യാവശ്യപ്പെട്ട മരുന്നാണ്. എന്താണോ തന്റെ ആവശ്യം എന്ന് മദർ തെരേസ പറഞ്ഞു കഴിഞ്ഞു.
ഈ മാനേജർ ഇത്രയും കർക്കശമായിട്ട് വളരെ ദേഷ്യത്തോട് കൂടിയിട്ട് ഇവരോട് ഇത്തരത്തിൽ പറഞ്ഞപ്പോ മദർ തെരേസ ഒന്നും മിണ്ടിയില്ല. ഒന്നും മിണ്ടാതെ തന്റെ ജപമാല കയ്യിൽ പിടിച്ചുകൊണ്ട് എല്ലാം ഈശ്വരന് സമർപ്പിച്ചുകൊണ്ട് അവിടെ കുറച്ചു സമയം ഇരുന്നു. ഒന്നും മിണ്ടിയില്ല. സേ ഒന്നും മിണ്ടാതെ കുറച്ചു കഴിഞ്ഞപ്പോ മാനേജർ ശാന്തനായി. മദർ തെരേസ അതിന് എക്സ്പ്ലനേഷൻ ഒന്നും കൊടുക്കാൻ പോയില്ല. മിണ്ടാതെ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു എന്ന് മാത്രം. അവിടുന്ന് എഴുന്നേൽക്ക പോലുമില്ല. കാരണം ആ എഴുന്നേൽക്കുന്ന സമയത്ത് അവര് എഴുന്നേൽക്കുന്നതിന് മുന്നേ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അത് പറഞ്ഞു കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞപ്പോ മാനേജർ ഒന്നും മിണ്ടില്ല. മദർ തെരേസ കണ്ണടച്ചിരിക്കുകയാണ്. ഒന്നും പറയാനില്ല. ഇതില്ലാതെ എനിക്ക് തിരിച്ചു പോകാനാകില്ല എന്ന് മദർ തെരേസക്ക് അറിയാം. അപ്പൊ കുറച്ച് സമയം കഴിഞ്ഞപ്പോ ഈ മദർ തെരേസ മാനേജറുടെ ശബ്ദം കേട്ടിട്ടാണ് കണ്ണ് തുറക്കുന്നത്. ആവശ്യമുള്ള മരുന്നുകളെല്ലാം 3 ബോക്സ് ആയിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കമ്പനി നൽകുന്ന ഒരു സമ്മാനമാണ് എന്ന് മാനേജർ പറഞ്ഞപ്പോൾ മദർ തെരേസ ഒരു പുഞ്ചിരി നൽകി അവിടുന്ന് യാത്ര ചെയ്തു. ഒരു പക്ഷെ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരിക, ഓ മാനേജർ ഇത്ര കടുത്തൊന്നും പറയേണ്ടിയിരുന്നില്ലായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ, അതെ എല്ലാവരും എപ്പോഴും ഒന്നും സഹായം ചെയ്തുകൊള്ളണം നിർബന്ധമില്ലല്ലോ. പക്ഷെ ഇത് വായിച്ചപ്പോ ഈ ഒരു ഇൻസിഡന്റ് കേട്ടപ്പോ എന്റെ മനസ്സിലേക്ക് വന്ന തോട്ട് ഇതാണ്. മദർ തെരേസ ആ യാത്രയ്ക്ക് ഒരു ഗോൾ സെറ്റ് ചെയ്തിരുന്നു. എന്റെ രോഗികൾക്ക് ആവശ്യമായ മരുന്നുകൾ എനിക്ക് ലഭിക്കണം. ഒന്നാമത്തെ കാര്യം അതാണ്. ഗോൾ സെറ്റ് ചെയ്തു. രണ്ടാമത്തത് സെറ്റ് ചെയ്ത് അവിടെ ചെന്നപ്പോ തന്റെ ഇന്റൻഷൻ വ്യക്തമായി അവരോട് രേഖപ്പെടുത്തി. അതായത് എന്റെ ആവശ്യം ഇതാണ്. ഇത് പറഞ്ഞ് മൂന്നാമത്തെ മദർ തെരേസയോട് ഈ മാനേജർ ദേഷ്യപ്പെട്ടപ്പോ മദർ തെരേസ ഒരു കംപ്ലൈന്റോ ഒരു എക്സ്പ്ലനേഷനോ നൽകിയില്ല. ഗേവ് എ സേക്രഡ് പോസ്. സൈക്കോളജിയിൽ അങ്ങനെയാണ് ഈ നിർത്ത് എന്നുള്ളത്. അതൊന്നും പറഞ്ഞില്ല. ഒരു കംപ്ലൈന്റ് പോലും ഇല്ലാതെ കൂടുതൽ വാക്കുകൾ കൊണ്ട് ഡ്രാമ കളിക്കാതെ ഒന്നും മിണ്ടാതെ സൈലന്റ് ആയി അവിടെ ഇരുന്നു. അപ്പൊ 3 കാര്യം ഗോൾ സെറ്റ് ചെയ്തു. ആ ഗോള് കൃത്യമായി വ്യക്തമായി വ്യക്തിക്ക് പറഞ്ഞു കൊടുത്തു. മൂന്നാമത്തത് സൈലന്റ് ആയി അവിടെ ഇരുന്നു. പിന്നെ നാലാമതായി ചെയ്തത് തന്റെ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി താൻ സമർപ്പിച്ചിട്ടുള്ള ഒരു വിശ്വാസമുണ്ട് ദൈവിക പുത്രനോട്. അവർ ഇരുന്ന് പ്രാർത്ഥിക്കുകയും ജപമാലയിൽ ഇരുന്ന് പ്രാർത്ഥിക്കും. ഈ 4 പ്രോസസ്സാണ് മദർ തെരേസ ഒരു ലക്ഷ്യം നേടുന്നതിന് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതാണ് എന്റെ മനസ്സിലൂടെ കടന്നുപോയത്. സ്വാഭാവികമായിട്ടും നമ്മളാണ് ഇത്തരത്തിലൊരു അവസരം എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെ വാക്കുകൾ കൊണ്ട് ഒരുപാട് അവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കും. നമ്മുടെ പ്രശ്നങ്ങളെ കുറിച്ച് നമുക്ക് ഇത് ബുദ്ധിമുട്ടാണ്, ഇത് കിട്ടിയില്ലെങ്കിലുള്ള രോഗികൾക്കുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു തുടങ്ങും. പിന്നെ അവരോട് ബെഗ് ചെയ്ത് തുടങ്ങും, റിക്വസ്റ്റ് ചെയ്ത് തുടങ്ങും. എന്തെല്ലാം ഡ്രാമകളാണ് പിന്നെ അവിടെ കളിക്കേണ്ടി വരുന്നത്. അമ്മ ഇത്ര മാത്രമേ ചെയ്തുള്ളൂ. അപ്പോ മദർ തെരേസയും തന്റെ ലോ ഓഫ് അട്രാക്ഷന് വേണ്ടി താൻ സെറ്റ് ചെയ്തിരിക്കുന്ന ഗോളിന് വേണ്ടിയിട്ട് ചെയ്ത പ്രോസസ്സ് ഇതൊക്കെയാണ്. ഇതാണ് എന്റെ മനസ്സിലേക്ക് കയറി കൂടിയത്. ഒരുപക്ഷെ ഞാനാണ് ഈ ഇൻസിഡന്റിന്റെ സമയത്ത് ഉണ്ടായിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും വാക്കുകൾ കൊണ്ട് അവിടെ ഡ്രാമ കളിച്ച് അവരെ കൺവിൻസ് ചെയ്യിക്കാൻ എന്റെ എനർജി ഒരുപാട് യൂസ് ചെയ്യുമായിരുന്നു. അവർ ഇതൊന്നും യൂസ് ചെയ്തില്ല എന്നുള്ളത് ഒരു സത്യം. നമ്മളും ഇത്തരം സാഹചര്യങ്ങളിൽ ഒരുപക്ഷെ പലയിടത്തും ചെല്ലുമ്പോൾ നമ്മൾ ഏത് രീതിയിലാണ് ഇത് ഉൾക്കൊള്ളുന്നത്. നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ അത് ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്താതെ വരുമ്പോൾ നമ്മൾ എന്തൊക്കെ കംപ്ലൈന്റ്സ് ആണ് പറഞ്ഞുകൊണ്ട് വരുന്നത് എന്ന് തിരിച്ചറിഞ്ഞ ഒരു നിമിഷമായിരുന്നു. ഇത്തരത്തിൽ ഈ ഒരു ഇൻസിഡന്റ് എടുക്കാൻ തുടങ്ങി പിന്നെ ആ പുസ്തകം അവിടെ വെക്കാതെ അത് പൂർത്തിയാക്കാതെ പുറത്തേക്കില്ലെന്ന് എന്നൊരു തീരുമാനത്തിലായിരുന്നു ഞാൻ. ഇനി രണ്ടാമത്തത്, ലണ്ടനിൽ ഒരുപാട് പാവപ്പെട്ട വയോധികർ റോട്ടിലേക്ക് വലിച്ചെറിയുന്ന ഒരു അവസ്ഥയാണ്. അതായത് വീടുകളിൽ അവരെ നോക്കാൻ ആളില്ല. കൂടെയുള്ള മക്കൾക്കാണെങ്കിലും കുടുംബാംഗങ്ങൾക്കാണെങ്കിലും അവരെ നോക്കാൻ സമയമില്ല. ഇത്തരത്തിൽ ഒരുപാട് വയോധികരായ വ്യക്തികളെ തെരുവിലേക്ക് വലിച്ചെറിയുന്ന അവസ്ഥ കണ്ടപ്പോഴാണ് അവർക്ക് വേണ്ടി ഒരു ഓൾഡ് ഏജ് ഹോം തുറക്കണം എന്ന് ഒരുപാട് ആഗ്രഹിച്ചു തുടങ്ങി. അപ്പൊ ഉടനെ അമ്മ ആദ്യം ചെയ്തത് ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. ആ ഗോൾ സെറ്റ് ചെയ്ത് അതിനെ ഈ യൂണിവേഴ്സിന്, നമുക്ക് ഒരുപക്ഷെ യൂണിവേഴ്സ്, ഈ പ്രപഞ്ചം എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം. അവിടെ തന്റെ ഗോൾ സെറ്റ് ചെയ്ത് കൃത്യമായ വ്യക്തതയോടുകൂടി എന്താണ് താൻ ആഗ്രഹിക്കുന്നത് എന്ന് കൃത്യമായി പറയുകയായിരുന്നു. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട്
അവരെ താമസിപ്പിക്കാൻ വേണ്ടി അമ്മ ഒരു സ്ഥലം കണ്ടെത്തി. നമ്മൾ സ്വാഭാവികം എന്ത് ചെയ്യും, അത് നടക്കണേ, അത് എന്താ ചെയ്യുന്നത്, ആവലാതിപ്പെടും. അപ്പൊ അമ്മ എന്ത് ചെയ്തു വെച്ചാൽ ഇതിനു വേണ്ടി ആദ്യം ഇവർക്ക് വേണ്ടി, അതായിരുന്നു തന്റെ ലക്ഷ്യം. അപ്പൊ ഇതിനു വേണ്ടി എന്തായാലും താമസിപ്പിക്കണമെങ്കിൽ ഒരു സ്ഥലം വേണം. അപ്പൊ ആ സ്ഥലം വേണമെങ്കിൽ അവരാദ്യം ഒരു സ്ഥലം കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിലായി. അപ്പൊ ഒരു സ്ഥലം, കുറെ സ്ഥലങ്ങൾ കണ്ട് അവിടെ ഒരു സ്ഥലം ഡിസൈഡ് ചെയ്തതിനു ശേഷം ആ സ്ഥലത്തിന്റെ ഉടമയായിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പൊ അവര് പറഞ്ഞു എനിക്ക് 9,000 പൗണ്ടാണ് വേണ്ടത്. അപ്പൊ അമ്മ വ്യക്തമായിട്ട് പറഞ്ഞു എന്റെ കയ്യിൽ 9,000 പൗണ്ട് ഒന്നുമില്ല, ഇതിൽ എന്തെങ്കിലും ഒന്ന് കുറച്ചു തരണം, എനിക്കിത് വലിയൊരു സഹായമാണ്. അപ്പൊ കുറെ അധികം കുറച്ച് സമയം സംസാരിച്ചപ്പോ അവര് പറഞ്ഞു ശരി, ഞാൻ 9,000 പൗണ്ട് എന്ന് കുറച്ച് 6,000 പൗണ്ടാക്കി അമ്മയ്ക്ക് നൽകാം. കാരണം ഇത് എന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കൂടിയുള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പൊ അമ്മ അതിൽ സമ്മതം മൂളി. അങ്ങനെ ഇതിനു വേണ്ടി തന്റെ സുനിസഞ്ചിയുമായിട്ട് പുറത്തേക്ക് തെരുവിലേക്ക് അലഞ്ഞു തുടങ്ങി. അങ്ങനെ അലഞ്ഞു തുടങ്ങി കുറെ കഴിഞ്ഞപ്പോ 1-2 ദിവസമായപ്പോ ഈ സഞ്ചി നിറഞ്ഞു തുടങ്ങി. അപ്പൊ ഈ സഞ്ചി എന്ത് ചെയ്തു, ഒരാളെ ഇത് എണ്ണാനായിട്ട് ഏൽപ്പിച്ചു. കാരണം നാണയത്തുട്ടുകളുണ്ട്, അതില് രൂപയുണ്ട്. അപ്പൊ ഇതെല്ലാം എണ്ണാനായിട്ട് ഒരു വ്യക്തിയെ ഏൽപ്പിച്ചു. ഏൽപ്പിച്ച സമയത്ത് ആ വ്യക്തി എണ്ണി നോക്കുമ്പോൾ ഇതില് 5,995 റെഡി ആയിട്ടുണ്ട്. അമ്മ ഇന്റൻഷൻ വെച്ചത് 6,000 പൗണ്ടിലേക്ക്. എനിക്ക് 6,000 പൗണ്ടാണ് വേണ്ടത്. പക്ഷെ അമ്മ ഇത് എണ്ണാൻ കൊടുത്ത് ഏൽപ്പിച്ചു. ഇത് എണ്ണി നോക്കട്ടെ, ബാക്കി പിന്നീട് നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്. അപ്പൊ 5,995 ആയതിലേക്ക് ഈ എണ്ണുന്ന വ്യക്തി എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു 5 പൗണ്ട് തന്റെ രീതിയിൽ, തന്റെ ഒരു സംഭാവനയായിട്ട് ഇതിൽ ചേർത്ത് 6,000 പൗണ്ടായിട്ട് അമ്മയുടെ കൈകളിലേക്ക് നൽകി. ഇവിടെ നോക്കൂ, വീണ്ടും അത്ഭുതപ്പെടുത്തുന്ന ഒരു ചിന്തയാണ് എന്റെ മനസ്സിലേക്ക് വന്നത്. ഒരു ഇന്റൻഷൻ, എനിക്ക് ഇവരെ താമസിപ്പിക്കാൻ ഈ ഒരു സ്ഥലത്തിന് 6,000 പൗണ്ട് പണം വേണം. ഇത് എനിക്ക് ലഭ്യമായെങ്കിൽ മാത്രമേ ഇവരെ താമസിപ്പിക്കാൻ കഴിയുള്ളൂ. അപ്പൊ ഇന്റൻഷൻ വളരെ ക്ലിയർ ആണ്. കൃത്യമായിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്തു. തീർച്ചയായിട്ടും അതിന്റെ പിന്നാലെ യാത്ര ചെയ്യാൻ തയ്യാറായി. അവസാന നിമിഷം തന്റെ ഈ ഒരു ഇതിനു വേണ്ടിയുള്ള അലച്ചിൽ നിർത്തുമ്പോൾ പോലും അമ്മയുടെ മനസ്സിൽ ഇത്ര മാത്രമേ ഉള്ളൂ, ആ സ്ഥലം 6,000 പൗണ്ടിൽ ലഭിക്കണം. ഇത് എത്ര ഉണ്ടെന്ന് പോലും ഓർത്ത് വേവലാതിപ്പെട്ടില്ല. നമ്മൾ എല്ലാവരും ചെയ്തത് ഇതല്ലേ. നമുക്കൊരു ലക്ഷ്യത്തിലേക്ക് എത്തുന്ന അവസാന ഘട്ടത്തിൽ പോലും, ഒരു പരീക്ഷയുടെ സമയത്ത് പോലും കുട്ടികൾ ആവശ്യം പഠിക്കുന്നുണ്ടാകും, എന്നാൽ പരീക്ഷ എഴുതി ഒരുപക്ഷെ നന്നായിട്ട് അത് പ്രസന്റ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ അതിനെക്കുറിച്ചുള്ള ആവലാതികളാണ്. എനിക്ക് ഇങ്ങനെ ചെയ്യാമായിരുന്നു, എനിക്ക് ഇങ്ങനെ ചെയ്യാമായിരുന്നു, എനിക്ക് എത്ര പണം, എനിക്ക് എത്ര മാർക്ക് കിട്ടും, ഇതിനെക്കുറിച്ച് ആവലാതിപ്പെടും. ഇവിടെ ഈ ഒരു തുണിസഞ്ചിയിലെ പണം മുഴുവൻ മറ്റൊരാളെ എണ്ണി തിട്ടപ്പെടുത്താൻ കൊടുത്തപ്പോഴും അമ്മയ്ക്ക് മനസ്സിൽ യാതൊരു ചാഞ്ചല്യവും ഇല്ല. ഇതിനുള്ള പണം ഇതിലുണ്ടാകും, തീർച്ചയായിട്ടും ഇത് എന്നെ അനുഗ്രഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകും എന്ന പൂർണ്ണമായ വിശ്വാസത്തോടു കൂടിയാണ് ഇന്ന് എണ്ണാൻ ഏൽപ്പിക്കുന്നത്. അപ്പൊ അവിടെ താൻ വിശ്വസിക്കുന്ന പ്രപഞ്ചത്തിൽ ഒരു ട്രസ്റ്റ് ഉണ്ട്, ഒരു ഹോപ്പ് ഉണ്ട്. തന്റെ ഗോൾ സെറ്റ് ചെയ്ത് അത് തീർപ്പാലാക്കും, ബാക്കി ഇല്ലെങ്കിൽ അവിടുന്ന് അങ്ങോട്ട് എന്ന ഒരു തീരുമാനത്തിലായിരുന്നു അമ്മ പോയത്. കൃത്യമായ 6,000 പൗണ്ട് അതിലേക്ക് ലഭിക്കുകയും ആ സ്ഥലം കരസ്ഥമാക്കി അവിടെ പാവപ്പെട്ട നിർധനരായ കുടുംബങ്ങളിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ട വയോധികരെ അവർ താമസിപ്പിച്ചു. ഇന്നും അത് വളരെ ഭംഗിയായി മുന്നോട്ട് പോകും. ഇനി മൂന്നാമത്തെ ഒരു ഇൻസിഡന്റ് എന്ന് പറയുന്നത്, ഒരു പക്ഷെ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആയിരിക്കും. ഇതേപോലെ പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടിയിട്ട് അവർക്ക് ഭക്ഷണ ആവശ്യങ്ങൾക്കും വസ്ത്രത്തിന്റെ ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് ഭിക്ഷ യാചിച്ച് വീടുകളിലൂടെ ചെന്നപ്പോഴാണ് ഒരു ബ്രാഹ്മണന്റെ വീട്ടിലേക്ക് എത്തിയത്. അപ്പൊ തന്റെ ആവശ്യം പറഞ്ഞപ്പോ അവർ വളരെ ഇതേപോലെ കാർക്കശ്യത്തോടുകൂടി പെരുമാറുകയും കാർക്കിച്ച് അവരുടെ മുഖത്തേക്ക് തുപ്പുകയും ചെയ്തു. ഉടനെ, അതെ, നമ്മളെല്ലാവരും മണിസാർ പറഞ്ഞു, കേട്ടിട്ടുണ്ട്, യെസ്. അപ്പൊ ഇത് സംഭവിച്ചപ്പോ ഉടനെ അമ്മ തന്റെ കയ്യിലുള്ള കർച്ചീഫ് എടുത്തിട്ട് എന്ത് ചെയ്തു, മുഖം ഒന്ന് തുടച്ചിട്ട് പറഞ്ഞു, ഇത് എനിക്ക് അങ്ങ് നൽകിയത്, ഇനി എന്റെ പാവപ്പെട്ട രോഗികൾക്ക് എന്തെങ്കിലും നൽകിയാലും എന്ന് പറഞ്ഞപ്പോ അവർ വല്ലാതെ ഷോക്കായി നിൽക്കുകയാണ് ചെയ്തത്. അപ്പൊ അവരെന്ത് ചെയ്തു വെച്ചാൽ അവരോട് മാപ്പ് പറഞ്ഞിട്ട് അവർക്ക് പണം നൽകുകയും ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും സമീപിക്കാം എന്നൊരു വാക്ക് നൽകിയിട്ട് കൂടിയാണ് അമ്മയെ യാത്രയാക്കുന്നത്. അപ്പൊ മുന്നോട്ട് യാത്ര ചെയ്തു പോകുന്ന സമയത്ത് അമ്മയുടെ കൂടെയുള്ള മറ്റൊരു നേഴ്സ് അമ്മയോട് ചോദിച്ചു, അമ്മ ഇത്ര മോശമായിട്ട് അമ്മയുടെ മുഖത്തേക്ക് പോലും കർപ്പിച്ച് തുപ്പിയപ്പോ എന്തുകൊണ്ടാണ് അമ്മയ്ക്ക് അതിൽ ദേഷ്യമോ ഒന്നും തോന്നാതിരുന്നത്? അപ്പൊ അമ്മ പറഞ്ഞത്, ഞാൻ ലക്ഷ്യം വെച്ച് പോയത്
എന്റെ പാവപ്പെട്ട രോഗികൾക്ക് ഭക്ഷണത്തിനും വസ്ത്രത്തിനും വേണ്ടിയിട്ടുള്ള ഒരു തുകയാണ്. എനിക്ക് നൽകിയ സമ്മാനം ഞാൻ ദൈവപുത്രനോട് നന്ദി പറഞ്ഞുകൊണ്ട് സ്വീകരിച്ചു. എന്റെ ആവശ്യം നിറവേറ്റി തരണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോ അവർ തുപ്പിയതിനെ കുറിച്ച് ഞാൻ തീരെ വേവലാതിപ്പെട്ടില്ല. കാരണം അത് എനിക്കുള്ള ഒരു സമ്മാനമാണ്. ആ സമ്മാനം ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ സ്വീകരിക്കുകയാണ് ചെയ്തത്. ഒരു പക്ഷെ നമുക്കാണ് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടെങ്കിൽ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയുമോ? നമ്മൾ ഒരു പക്ഷെ അവരോട് ഒരുപാട് ഇതേപോലെ വീണ്ടും ഡ്രാമ കളിക്കാൻ, ഒരു തരം ഡ്രാമയാണത്. കാരണം അവിടെ നിന്ന് നമ്മൾ ഒരു പക്ഷെ അവരെ പഴി പറഞ്ഞിട്ടുണ്ടാകും. തിരിച്ചു ചെയ്തിട്ട് തിരിച്ചു പോകുമ്പോൾ പോലും ഒരുപക്ഷെ ഒരുപാട് അവരെ കുറ്റപ്പെടുത്തുകയും അവരോട് ദേഷ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടാവും. അപ്പോഴും തന്റെ ലക്ഷ്യത്തെക്കുറിച്ച് മാത്രമേ ചിന്തിച്ചുള്ളൂ. ഇവിടെ നമുക്ക് ചിന്തിക്കാവുന്ന, നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നമുക്കെതിരെ തിരിഞ്ഞു നിൽക്കുന്ന വ്യക്തികളോട് നമ്മൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, ഇതെന്നെ വല്ലാതെ ചിന്തിപ്പിച്ച് ആ രീതിയിലാണ് ഞാൻ ഈ ഇൻസിഡന്റ് സമീപിച്ചത്. എന്നോട് ഇത്തരത്തിൽ ഒന്ന് ദേഷ്യപ്പെടുന്ന വ്യക്തികളോട് ഞാൻ എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് തിരിച്ചറിയാനുള്ള ഒരു നിമിഷമായിരുന്നു. ഇത്തരത്തിൽ ഞാൻ ദേഷ്യപ്പെടാറുണ്ടോ അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞപ്പോ ഞാനും ദേഷ്യപ്പെട്ട ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ ദേഷ്യപ്പെടുകയാണോ വേണ്ടത്? എന്റെ ഇന്റൻഷൻ എന്തായിരുന്നു? ഇതാണ് എന്റെ ഇന്റൻഷൻ. അവരോട് സംസാരിക്കുന്ന സമയത്ത് ഞാനൊരു ലക്ഷ്യം വെച്ചിട്ടാണ് സംസാരിച്ചതെങ്കിൽ അതിലേക്കായിരുന്നോ ഞാൻ ലക്ഷ്യം വെച്ചിരുന്നത്? അല്ലെങ്കിൽ എനിക്കൊരു പ്രശ്നം വരുമ്പോ ഞാൻ ആ പ്രശ്നത്തിലേക്കാണോ ലക്ഷ്യം വെച്ചത്? അതോ ആ പ്രശ്നം കടന്നു വന്ന് അല്ലെങ്കിൽ എന്റെ ഏതൊരു ഗോളിന് വേണ്ടി മുന്നോട്ട് നീങ്ങുമ്പോഴാണ് ആ പ്രശ്നം വന്നത്, ആ ഗോള് ഇനി എങ്ങനെ പൂർത്തീകരിക്കും എന്ന് ചിന്തിക്കുകയാണോ ചെയ്തത് എന്ന് ആണ് എന്റെ മനസ്സിലേക്ക് വന്ന ചോദ്യം. അപ്പോ ഇവിടെ ഗോള് സെറ്റ് ചെയ്യുമ്പോഴും അതിലേക്ക് മുന്നോട്ട് നടക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രതിസന്ധിയെ കുറിച്ചാണ് ഞാൻ കൂടുതൽ വാചാലയാകുന്നതെങ്കിൽ ആ ഗോള് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് സാധിക്കില്ല. പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന ഒരു പ്രപഞ്ച ശക്തി ഉണ്ടെങ്കിൽ അവിടെയുള്ള വിശ്വാസവും നഷ്ടപ്പെടും. അത് മാത്രവുമല്ല, കംപ്ലൈന്റ്സ് മാത്രമേ എന്റെ കൂടെ ഉണ്ടാവുകയുള്ളൂ എന്ന് ഞാൻ തിരിച്ചറിയുകയും ചെയ്തു. ഇനി നാലാമത്തെ ഒരു ഇൻസിഡന്റ് എന്ന് പറയുന്നത് ഇതേപോലെ കൽക്കത്തയിൽ എത്തിത്തുടങ്ങിയപ്പോഴാണ് അവിടുത്തെ ചേരികളിൽ ഓടി നടന്നപ്പോൾ ഒരുപാട് അവിടുത്തെ അസുഖങ്ങളും അവിടുത്തെ ഉം, ഈ ഒരു അവർക്ക് ആ ഒരു പിന്നെ കൽക്കത്തയിൽ ചുറ്റുവട്ടത്ത് അവിടെ നിന്ന് ആ ചേരി പ്രദേശം അവരാരും കുളിക്കാറില്ല. അതിന്റെ പേരിൽ അവിടെ സ്പ്രെഡ് ആകുന്ന അസുഖങ്ങളെ കുറിച്ചൊക്കെ അമ്മയ്ക്ക് മനസ്സിലായത്. പക്ഷെ ഇതൊക്കെയാണെങ്കിലും അതൊക്കെ അവരുടെ നീറ്റ്നെസ്സും അല്ലെങ്കിൽ എങ്ങനെ വൃത്തിയായി ജീവിക്കണം എന്ന് പഠിപ്പിച്ചപ്പോൾ പോലും പലപ്പോഴും തെരുവുകളിൽ അസുഖങ്ങൾ കൊണ്ട്, പല വ്രണങ്ങൾ കൊണ്ട് വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ട് ഒട്ടും നടക്കാൻ വയ്യാതെ ഭക്ഷണം കഴിക്കാൻ വയ്യാതെ അലഞ്ഞു തിരിയുന്ന രോഗികളെ കണ്ട് മനസ്സിലാക്കിയത് ഇവർക്ക് വേണ്ടി എങ്ങനെയാണ് ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതെന്ന് അമ്മയ്ക്ക് ഒരു കൃത്യമായ ഒരു ധാരണയിൽ എത്താൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷെ ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നത് അപ്പൊ കൃത്യമായി ഒരു ലക്ഷ്യമുണ്ടെങ്കിലും അതിനെ കൃത്യം സ്പെസിഫിക് ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ അമ്മയ്ക്ക് ആയിരുന്നില്ല. അപ്പൊ അവിടെ വീണ്ടും പ്രപഞ്ച ശക്തിയിൽ സമർപ്പിച്ചുകൊണ്ട് നാം എന്താണോ തേടുന്നത് അത് നമ്മെ തേടി വരും. ഇവരെ താമസിപ്പിക്കാനും ശുശ്രൂഷിക്കാൻ എനിക്കൊരു ഇടം എന്നതാണ് എനിക്ക് വേണ്ടതെന്ന് അതിനു വേണ്ടിയിട്ട് അമ്മ പ്രാർത്ഥിച്ചു. അതിനു വേണ്ടിയിട്ട് ഒരു വീടാണ് അമ്മ സ്വപ്നം കണ്ടത്. അപ്പൊ ഒരു വീട് സ്വപ്നം കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇവരെ പുനരധിവസിപ്പിക്കാൻ എനിക്കൊരു വീട് ആവശ്യമാണ്. അത് എനിക്ക് നൽകിയാലും അതിനു വേണ്ട അവസരം ഒരുക്കിയാലും എന്ന് പറഞ്ഞ അമ്മ പ്രാർത്ഥിക്കുകയാണ്. ഇത് അമ്മയുടെ അപ്പൊ അവിടെ എന്ത് ചെയ്തു വെച്ചാൽ അമ്മ അവിടെ ഇതിനു വേണ്ടിയിട്ട് പലരെയും സമീപിച്ചു. ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയാണ് ആദ്യം സമീപിച്ചത്. അവരോട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ അവിടെ ഇടപെട്ട് ഒരു ഡോക്ടറെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു. കാരണം അമ്മ തെരുവിൽ വെച്ച് പോലും ഈ രോഗികളെ കുളിപ്പിച്ച് അവർക്ക് ആവശ്യമായ മരുന്നുകൾ വെച്ച് കെട്ടി ഒക്കെ നൽകുന്നത് ഇവർ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്തു, ഡോക്ടറെ സമീപിച്ചപ്പോൾ ഈ ഡോക്ടറും പോലീസ് ഉദ്യോഗസ്ഥനും കൂടി ഒരു സത്രമാണ് കണ്ടെത്തിയത്. ഈ സത്രം അമ്മയ്ക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മയ്ക്ക് അമ്മയുടെ കാര്യങ്ങൾ നിർവഹിക്കാൻ ഇത് ധാരാളം മതിയാകും. സത്രത്തിലേക്ക് കയറിയപ്പോ അമ്മ ആദ്യം മനസ്സിലോർത്തുകൂടി അമ്മ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ മദർ തെരേസ ആലോചിച്ചത്. ഞാനൊരു വീടല്ലേ ചോദിച്ചത്, എനിക്ക് എന്തിനാ ഇത്രയും വലിയൊരു സത്രം എന്നൊരു ചോദ്യം അമ്മയുടെ മനസ്സിൽ ഉയർന്നു എന്നാണ് അതിൽ രേഖപ്പെടുത്തിയത്. ഉടനെ പ്രാർത്ഥിക്കുകയും ചെയ്തു. എന്തിനായിരുന്നു എനിക്ക് ഒരു വീട് എന്ന് ചോദിച്ചപ്പോ ഇത്രയും വലിയ സത്രം എന്തിനാണ് എനിക്ക് തന്നത്? കാരണം ഈ സത്രത്തിൽ ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോഴും ചോദ്യങ്ങൾക്കുള്ള ഉത്തരത്തിന് വേണ്ടി അമ്മ വെയിറ്റ് ചെയ്തു. നമ്മളാണെങ്കിലും ഇതിന് വെയിറ്റ് ചെയ്യാൻ ഒരിക്കലും നമ്മൾ ഒരുങ്ങി നിൽക്കില്ല. നമ്മൾ എന്ത് ചോദ്യം ചോദിക്കുമ്പോഴും അത് പൂർത്തീകരിക്കപ്പെടാൻ ചില സമയങ്ങൾ ആവശ്യമാണ്. അമ്മയ്ക്കും മനസ്സിൽ ഈ ചോദ്യങ്ങൾ ഉരുവിട്ടുകൊണ്ടേയിരുന്നു. ഒരു വീടായിരുന്നെങ്കിൽ അത് കൊണ്ട് നടക്കാനുള്ള വ്യക്തികളെ ഞങ്ങളുടെ കൂടെയുള്ളൂ. ഒരു സത്രം എന്ന് പറയുന്നത് വലിയൊരു സത്രമാണ്.
അതൊരു അമ്പലത്തിന്റെ അടുത്തുള്ള ഒരു സത്രമാണ്. അത് വലിയൊരു സത്രം ആയതുകൊണ്ട് തന്നെ അതില് ഓടിയെത്താനും അത് ക്ലീൻ ചെയ്യാനും അതിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാനും ഒരുപാട് പ്രതിസന്ധികൾ മുന്നിലുണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അമ്മ ഇത്തരത്തിൽ പ്രാർത്ഥനയിൽ ചോദിച്ചത്. എന്തിനാണ് വീട് ചോദിച്ച് എനിക്കൊരു സത്രം നൽകിയത്? പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും പിന്നീട് കുറച്ചു കഴിഞ്ഞ് ആണ് നമുക്ക് വ്യക്തത ഉണ്ടാവുക. ഇവിടെ മദർ തെരേസയ്ക്കും കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വ്യക്തമായി. ഇവിടെ ഒരു വീടിന് പകരം, ഒരു പക്ഷെ ഞാൻ കണ്ടത് മൂന്നോ നാലോ രോഗികളെ മാത്രമാണ്. പക്ഷെ ഒരു വീടിന് പകരം ഒരു സത്രം പ്രപഞ്ചം എന്റെ മുന്നിലേക്ക് തന്നത്. വീട്ടിൽ ഉൾക്കൊള്ളാവുന്നതിനേക്കാളും കൂടുതൽ രോഗികൾ നിന്റെ കണ്മുന്നിൽ എത്തും. ഒരു സഹായമായി എത്തുന്ന സമയത്ത് നിനക്ക് അവർക്ക് നൽകാൻ ഒരുക്കിയ ഇടമാണ് ഈ സത്രം എന്നുള്ളത്. അത് കുറച്ചു കാലങ്ങൾക്ക് ശേഷമാണ് അമ്മയ്ക്ക് വ്യക്തമാണ്. അപ്പോഴും അമ്മ പ്രാർത്ഥിക്കുന്നത്, നിന്റെ രീതികൾ, നിന്റെ തീരുമാനങ്ങൾ വലുതായിരുന്നു. പക്ഷെ ഞാൻ കണ്ടത് വളരെ കൊച്ചായിട്ടുള്ള ഒരു കുഞ്ഞു സ്വപ്നമാണ് കണ്ടത്. പക്ഷെ അതിലേക്ക് നടന്നെടുക്കാനുള്ള വഴികൾ പോലും നീ എനിക്കായി ഒരുക്കിയിട്ടുണ്ടെന്ന് ഞാൻ തിരിച്ചറിയാൻ വൈകിയതിൽ എന്നോട് പുറത്തു തരണമേ എന്നുകൂടി പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. ഇവിടെ ഇത്രയേ ഉള്ളൂ. ചിലപ്പം ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്നതാവില്ല നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. ചില സമയത്ത് എന്ത് ചെയ്യുന്നു, നാം അതിന് ഓക്കെ, ഇപ്പൊ ഇതാണ് എന്റെ മുന്നിലേക്ക് വന്ന ഒരവസ്ഥ എന്ന് പറയും. ഇതിനെ പൂർണ്ണമായിട്ട് ചിലപ്പോൾ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ട് എനിക്ക് മറ്റെന്തോ നടക്കാനിരിക്കുന്നതുകൊണ്ട് ഇതിനെ ഞാൻ പൂർണ്ണമായി സ്വീകരിക്കുന്നു. നമ്മൾ ഒരു ഉദ്ദേശം വെച്ച് ഇറങ്ങിത്തിരിക്കുമ്പോൾ അത് പൂർണ്ണമായിട്ട് നടന്നിട്ടില്ലെങ്കിൽ വീണ്ടും നമ്മൾ ചിന്തിക്കും, ഞാൻ പ്രാർത്ഥിച്ചതല്ല ആഗ്രഹിച്ചതല്ല നടന്നത്, പക്ഷെ മറ്റെന്തോ ആണ്. പക്ഷെ കുറച്ച് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്, ഇതായിരുന്നു എനിക്ക് ഉചിതമായത്. അത് പ്രപഞ്ചത്തിനറിയാം. ആ ഉചിതമായത് മാത്രമേ നമ്മളിലേക്ക് എത്തപ്പെടുകയുള്ളൂ. അതിനു വേണ്ടിയിട്ട് ചിലപ്പോ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നേക്കാം. പക്ഷെ അവിടെ കോംപ്രമൈസ് ചെയ്യണം എന്നല്ല ഇത് പഠിപ്പിച്ചു തരുന്നത്. ആ സമയത്ത് എന്താണോ നമുക്ക് ഉചിതമായിട്ട് നമ്മുടെ മുന്നിൽ വന്ന് പെട്ടത്, അതിനെ പൂർണ്ണ മനസ്സോടുകൂടി സ്വീകരിക്കുക. അത് എന്തുകൊണ്ടോ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് നീങ്ങുക എന്നുള്ളതാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം അതൊരു ഇൻസിഡന്റ് ആയിട്ട് ഇത് വായിച്ചതിന് ശേഷം എന്റെ ജീവിതത്തിൽ പെട്ടെന്ന് ഒരു ഇൻസിഡന്റ് ഉണ്ടായി. അത് ഇത് അഞ്ചാം പറഞ്ഞതിന് ശേഷം ഞാൻ ഷെയർ ചെയ്യാം. അപ്പൊ അമ്മ അതിനെ പൂർണ്ണമായി സ്വീകരിച്ചു. ചിലർ സുഖപ്പെട്ട ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ചിലർ വളരെ മനസ്സമാധാനത്തോടു കൂടി ഈ ഭൂമിയിൽ നിന്ന് യാത്രയായ നിമിഷങ്ങളും അമ്മയുടെ മുന്നിലേക്ക് വന്നു. ഇനി അഞ്ചാമതായിട്ട് പറഞ്ഞതിന് വേണ്ടിയിട്ട് അമ്മയ്ക്ക് ഒരു ഹോസ്പിറ്റൽ തുടങ്ങണം എന്നൊരു ആശയം ഉദിച്ചു. കാരണം ഇവർക്ക് നിരന്തരമായിട്ടുള്ള ഒരു ചികിത്സാ രീതി ആവശ്യമാണ്. ഇവരുടെ മുറിവുകൾ വെച്ച് കെട്ടിയതുകൊണ്ടൊന്നും പൂർണ്ണമായിട്ട് ഇത് ഭേദമാവില്ല. അവർക്ക് നിരന്തരമായിട്ട് സമീപിക്കാൻ ഒരു ഡോക്ടറും അതിനാവശ്യമായ ഒരു ഹോസ്പിറ്റൽ സജ്ജീകരണം വേണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഇതേപോലെ ഒരു സ്ഥലം കണ്ടെത്താനാണ് അമ്മ തീരുമാനിച്ചത്. ഈ സ്ഥലം കണ്ടെത്തിയതിനു ശേഷം അവിടേക്ക് അത് കാണുവാൻ വേണ്ടിയിട്ട് ഒരു വാനില് അമ്മയും കുറച്ച് ഇതേപോലെ അമ്മയുടെ കൂടെയുള്ള കുറച്ച് നഴ്സുമാരും അമ്മയുടെ ഒപ്പം ഒരു വാനിൽ അവിടേക്ക് യാത്ര തിരിച്ചു. അവിടെ എത്തിയപ്പോൾ വാനിൽ നിന്ന് ഇറങ്ങാൻ പോലും കൂട്ടാക്കാതെ സമീപവാസികൾ മുഴുവൻ കല്ലുമായിട്ട് അവരെ സ്വീകരിക്കുന്നതാണ് അമ്മ കണ്ടത്. ഒരിക്കലും ഈ സ്ഥലം കുഷ്ഠരോഗികൾക്ക് വേണ്ടി തരാൻ അവർ തയ്യാറല്ല എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അവർക്ക് നേരെ കല്ല് മൂങ്ങിക്കൊണ്ട് നിൽക്കുന്ന ആ ഒരു സമീപവാസികളെ കണ്ടപ്പോൾ അമ്മ ഭയപ്പെട്ടില്ല. അമ്മ ഒന്നും പറയാതെ തിരിച്ച് ആ വണ്ടി അവരോടൊന്നും ഇത് തന്റെ ആവശ്യമോ അവരൊക്കെ ഉദ്ദേശിക്കുന്നത് ഈ കുഷ്ഠരോഗികളെ ഇവിടെ താമസിപ്പിച്ചു കഴിഞ്ഞാൽ സമീപവാസികളായ ഞങ്ങൾക്ക് പോലും അത്തരം രോഗങ്ങളിലേക്ക് അല്ലെങ്കിൽ ഈ ചുറ്റുവട്ടത്ത് പോലും ആ രോഗങ്ങൾ പടർന്നു പിടിക്കും എന്നൊരു വിശ്വാസമാണ് ആ സമീപവാസികൾക്ക് ഉണ്ടായിരുന്നത്. അമ്മ ഒന്നും മിണ്ടാതെ ആ വാനിൽ നിന്ന് പുറത്തിറങ്ങുക പോലും ചെയ്യാതെ അവരെ ഒന്ന് നോക്കുക മാത്രം ചെയ്ത് തിരിച്ചുപോയി. ഒരു പക്ഷെ അന്ന് ആ സംഭവം നടക്കാതിരുന്നത് കൊണ്ടാണ് അമ്മ എഴുതി വെച്ച ഒരു കാര്യം നമ്മളോട് പറയുന്നത്. ആ വാനിൽ വെച്ചാണ് എന്റെ മനസ്സിൽ ഒരു ആശയം ഉദിച്ചത്. എന്തുകൊണ്ട് എനിക്കൊരു മൊബൈൽ ക്ലിനിക്ക് തുടങ്ങിക്കൂടാ? അവിടെയാണ് നമ്മൾ ഒരു ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ ആ ലക്ഷ്യത്തിൽ നിന്നും അതിലേക്കായിട്ട് നല്ലൊരു ലക്ഷ്യത്തിലേക്ക് നമ്മെ നയിച്ചു കൊണ്ടുപോകുന്ന പ്രപഞ്ചത്തെ നാം മറന്നു പോകുന്നത്. അല്ലെങ്കിൽ ആ നിമിഷം നമ്മുടെ മുന്നിൽ വരുന്ന ഒരു അവസരത്തെ നമ്മൾ മറന്നു പോകുന്നത്. ഉടനെ അമ്മ ചെയ്തത് അതാണ്. അതിന് വേണ്ടിയിട്ട് ഒരു വണ്ടി അറേഞ്ച് ചെയ്തു. ആ മൊബൈൽ ക്ലിനിക്കുമായി ചുറ്റുമുട്ട് ഉള്ള ഓരോ
കുഷ്ഠരോഗികളെയും സമീപിച്ചു അവർക്ക് ആവശ്യമായ പരിചരണം നൽകി. വീണ്ടും തിരിച്ച് അടുത്ത ഒരു ദിവസങ്ങൾ അവർക്ക് ആവശ്യമായിട്ടുള്ള അവരുടെ പ്രദേശത്തേക്ക് തിരിച്ചു വന്ന് അവർക്ക് ആവശ്യമായ മരുന്നും അവർക്ക് ലഭ്യമായ എല്ലാ ചികിത്സാ രീതികളും ലഭ്യമാക്കി അവർ ആ പ്രവൃത്തി കുറെ കാലത്തേക്ക് കൊണ്ടുപോയി. അമ്മയുടെ ഈ പ്രവൃത്തി തിരിച്ചറിഞ്ഞ് അവസാനം സമീപവാസികൾ അമ്മയുടെ ഈ പ്രവൃത്തികളത്തിന് പിന്നിൽ ഞാൻ പിന്മാറില്ല, നമ്മൾ പലപ്പോഴും പിന്മാറിയിട്ടില്ലേ, പല ലക്ഷ്യങ്ങളും നമ്മൾ വലിച്ചെറിഞ്ഞ് മാറിയിട്ടില്ലേ, പക്ഷെ അമ്മ ഈ പിന്മാറാതെ കിട്ടിയ അവസരങ്ങൾ മാത്രമല്ല, അതിന് എന്തൊക്കെയാണോ ലഭ്യമായത് പുതിയ ആശയത്തെ പിന്തുടർന്നുകൊണ്ട് തന്റെ ലക്ഷ്യത്തിൽ നിന്നും പിന്മാറാതെ മുന്നോട്ട് തന്നെയാണ് യാത്രയായത്. ഒരു പക്ഷെ ആ പുസ്തകം മുഴുവൻ വായിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ എന്ന വ്യക്തി എന്നതിലുപരി എന്റെ മനസ്സിലേക്ക് വന്നത് ഇതാണ്: ഓരോ ലക്ഷ്യവും അവരെങ്ങനെ പൂർത്തീകരിക്കുന്നു, അതിനുവേണ്ടി അവർ സമർപ്പിച്ച വിശ്വാസവും അവരുടെ പ്യുവർ ആയിട്ടുള്ള ഇന്റൻഷനും അതിന് സ്പെസിഫിക് ആയിട്ടുള്ള റീസണുകളും ഒക്കെ എങ്ങനെയാണ് അവരൊരു ലക്ഷ്യത്തിലേക്ക് പൂർത്തീകരിക്കാൻ നടത്തിയത്, അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രപഞ്ചം അവരെ മുന്നോട്ട് നയിച്ചത് എന്ന കാര്യങ്ങളാണ് എന്റെ മനസ്സിലേക്ക് വന്നത്. ഒരുപക്ഷെ ആദ്യമൊക്കെ മുൻകാലങ്ങളിൽ വായിച്ചപ്പോൾ അമ്മ ചെയ്ത മഹത് പ്രവൃത്തികളാണ് മനസ്സിലേക്ക് വന്നത്. പക്ഷെ ഇപ്രാവശ്യം പുസ്തകം വായിച്ചപ്പോൾ അവർ ഓരോ ഗോൾ സെറ്റ് ചെയ്ത് എങ്ങനെയാണ് ഓരോ ലക്ഷ്യവും കൈവരിക്കുന്നതിന് വേണ്ടി മുഴുവൻ തന്റെ വിശ്വാസവും തന്റെ ലക്ഷ്യവും തന്റെ കാര്യം ശരിയാണെന്ന ബോധ്യത്തോടു കൂടി ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറാതെ മുന്നോട്ട് പോയത് എന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റിയ ഒരു അപൂർവ നിമിഷമാണ്. ഏകദേശം ഒരു അരമണിക്കൂർ കൊണ്ട് ഞാൻ വായിച്ചു തീർത്ത ഫാദർ ജോഷി കണ്ണുകാടന്റെ മദർ തെരേസ അലിവിന്റെ മാലാഖ എന്ന പുസ്തകം എനിക്ക് നൽകിയ അത്ഭുതം. ഒരുപക്ഷെ ഇത്തരത്തിലൊരു പുസ്തകം വായിക്കാൻ എനിക്ക് അത്തരത്തിലൊരു ചിന്ത എന്നിലേക്ക് നയിച്ചാൽ പ്രപഞ്ചത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് അന്ന് ഞാൻ ലൈബ്രറിയിൽ നിന്ന് പടികൾ ഇറങ്ങി പോയത്. ഇത് നൽകിയ ഒരു സന്തോഷം എന്താന്ന് വെച്ചാൽ പലപ്പോഴും ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറുകയും അതിനുവേണ്ടി കംപ്ലൈന്റ് പറയുകയും അതിന്റെ ബ്ലോക്കുകളെ മാത്രം ലക്ഷ്യം വെച്ച് മുന്നോട്ട് നീങ്ങുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ പലപ്പോഴും തളർന്നു പോകുന്നത്. ഇത് വായിച്ചതിന് ശേഷമായിരിക്കാം, ഒരുപക്ഷെ അത് പ്രപഞ്ച നിയോഗമായിരിക്കാം, ഇന്നലെ ഒരു മെഞ്ഞാന്നൊരു ഒരു രാത്രി 12 മണി മുതൽ ഒരു രാവിലെ വരെ എനിക്ക് ഉറങ്ങാനേ പറ്റാതെ വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നത്. ഒരു ബാക്ക് പെയിൻ വന്നിട്ട് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ ഉറങ്ങിയിട്ട് ഒരു പോള പോലും കണ്ണടച്ചിരുന്നില്ല. ഇന്നലെ എനിക്ക് എറണാകുളത്തേക്ക് യാത്ര ഉണ്ടായിരുന്നതും കൂടിയാണ്. ആ യാത്ര ക്യാൻസൽ ചെയ്തു. ആ രാത്രി മുഴുവൻ ഞാനത് ആ വേദന സഹിച്ചപ്പോ എന്റെ മനസ്സിലേക്ക് വന്നത് ഇത് പ്രപഞ്ചം എനിക്ക് നൽകിയ ഒരു അവസരമാണ് എന്നാണ്. ഇത് മദർ തെരേസ എന്ന പുസ്തകം വായിച്ചപ്പോൾ അതിൽ നിന്ന് കിട്ടിയ പുതിയ ഉൾക്കാഴ്ചയോട് കൂടിയിട്ടാണ് ഞാനത് കണ്ടത്. അതിനെക്കുറിച്ച് ഒരു കംപ്ലൈന്റും പറഞ്ഞില്ല, വേദനയെ കുറിച്ച് കംപ്ലൈന്റ് ഒന്നും പറഞ്ഞില്ല. ഇപ്പൊ ഞാൻ കടന്നു പോകുന്നത് ഈ ഒരു അവസ്ഥയാണ്. ഇത് എന്തോ എന്നിൽ ഒരു ചലനം ഉണ്ടാക്കും. എന്താണ് ഞാൻ ഇതിൽ നിന്ന് പഠിക്കേണ്ടത് എന്ന് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ ഒന്ന് പോയാലും. അപ്പൊ ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോയത് കൊണ്ട് അവിടെ ചിലപ്പോൾ അവർ പെയിൻ കില്ലർ ആയിരിക്കും തരുന്നത്, പക്ഷെ അതല്ല എന്റെ ആവശ്യം. ഇതിന്റെ കാരണം കണ്ടെത്തി ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണം. അപ്പൊ 2-3 ദിവസം മുന്നേ ഇതിന്റെ ഒരു തുടക്കം എന്നോണം സൈഡിൽ നിന്ന് ഒരു ചെറിയൊരു വേദന ഉണ്ടായിരുന്നു. അപ്പൊ ഉടനെ തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, മരുന്ന് എഴുതിയിട്ട് പറഞ്ഞു, ഇതിന് വേദനയ്ക്ക് ശമനമില്ലെങ്കിൽ പെട്ടെന്ന് ഒരു പെയിൻ വന്നാൽ ഉടനെ തന്നെ പോയിട്ട് ഒരു സ്കാനിങ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് വെച്ചാൽ വേഗം രാവിലെ ഒരു 6 മണിയാവൻ കാത്തിരുന്നു. കാരണം സ്കാനിങ് സെന്റർ തുറക്കണമല്ലോ. അപ്പൊ അതിനൊരു ലാബ് കണ്ടുപിടിക്കും. അപ്പൊ ലാബിനെ കുറിച്ച് ഏകദേശം മനസ്സിൽ ഒരു തീരുമാനം ഉണ്ടായിരുന്നു അവിടെ പോയി ചെയ്യാമെന്നുള്ളത്. അപ്പൊ വേഗം 6 മണിയാകുമ്പോഴത്തേക്ക് 7 മണിയാകുമ്പോഴത്തേക്ക് ഞാൻ സ്കാനിങ് സെന്ററിൽ എത്തി. ഡോക്ടർ ആ ഒരു ഷീറ്റ് അവിടെ നൽകി വേഗം സ്കാനിങ് എടുത്ത് വെച്ച് തിരിച്ച് വീണ്ടും ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഞാൻ കാണിച്ച ഡോക്ടർ അന്ന് അവിടെ ലീവാണ്. അപ്പൊ ഞാൻ അവിടെ കുറച്ച് നേരം കസേരയിലിരുന്നു. എന്തായാലും അപ്പോഴും പെയിൻ ഉണ്ട്, ഇതിൽ നിന്ന് എനിക്ക് ഒരു സ്വസ്ഥത വേണം എന്നാണ് എന്റെ ഇന്റൻഷൻ. ഡോക്ടർ ഉണ്ടോ എന്നുള്ളതല്ല എന്റെ വിഷയം, ഇതിന് എന്ത് ചെയ്യാൻ പറ്റും. ഉടനെ ഞാൻ റിസപ്ഷനിൽ പോയിട്ട് കാര്യം പറഞ്ഞു. കുറച്ച് സമയം ഇരുന്നതിന് ശേഷമാണ് ഈ തോന്നൽ വന്നത്. ഇങ്ങനെ ഒരു എന്റെ പ്രശ്നം പറഞ്ഞു. ഞാൻ പറയാം എന്തായാലും എനിക്ക് ഇതിനൊരു സൊല്യൂഷൻ വേണം, കാരണം പെയിൻ ഉണ്ട്. അപ്പൊ അവര് പറഞ്ഞു ഓക്കെ എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് കാഷ്വാലിറ്റിയിൽ ഒന്ന് പോയിട്ട് പറയാം. അങ്ങനെ അവർ എന്റെ അവിടുന്ന് എന്റെ ബുക്ക് എടുത്തതിന് ശേഷം കാഷ്വാലിറ്റി കൊണ്ട് ഞാൻ പറഞ്ഞു ഡോക്ടർ എനിക്ക് ഡോക്ടർ ഇല്ലാത്തതൊന്നും അല്ല എന്റെ വിഷയം, എന്റെ ആവശ്യം എന്ന് പറഞ്ഞു ഇപ്പൊ കഴിഞ്ഞ 12 മണിക്കൂർ സ്റ്റാർട്ട് ചെയ്ത വേദന ഇപ്പോഴും ഉണ്ട്, അതിൽ നിന്ന് എനിക്ക് റിലീഫ് വേണം, അതിനെന്താണ് വേണ്ടതെന്നുള്ളത് എനിക്കൊരു സൊല്യൂഷൻ കണ്ടെത്തി തരണം. അപ്പൊ അവര് എന്നെ ട്രീറ്റ് ചെയ്ത ഡോക്ടർ ഇല്ലാത്തതുകൊണ്ട് അവര് പറഞ്ഞു ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. വായിച്ചിട്ട് അവര് പറഞ്ഞു ഓക്കെ. അപ്പൊ റിപ്പോർട്ട് നോക്കിയപ്പോ അവര് പറഞ്ഞു ഇതില് പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല, എന്തായാലും ഞാൻ ഡോക്ടറെ അടുത്തൊന്ന് വിളിച്ചു പറയട്ടെ എന്ന് പറഞ്ഞു. ഉടനെ അവര് ഡോക്ടറെ വിളിച്ച് കാര്യം പറഞ്ഞപ്പോ ഡോക്ടർ തിരിച്ചു പറഞ്ഞു
എന്നെ കാണിക്കേണ്ട ഈ റിപ്പോർട്ട് പ്രകാരം എന്നെ കാണിക്കേണ്ടതില്ല, നിങ്ങൾ മറ്റൊരു ഡോക്ടറെ. അപ്പൊ തന്നെ അവര് ഇന്ന ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് പറഞ്ഞു, ആ ഡിപ്പാർട്ട്മെന്റ് ആരെങ്കിലും ഒന്ന് കാണിച്ചാൽ മതി. അപ്പൊ ഞാൻ അവിടെ ഇരുന്നപ്പോൾ ഞാൻ ആ ഡിപ്പാർട്ട്മെന്റ് നോക്കിയപ്പോൾ ഒരുപാട് ഡോക്ടർമാരുണ്ട്. സാധാരണ ആ ഡോക്ടർമാർക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് ഉണ്ടാകാറ്. അപ്പൊ ഞാൻ വീണ്ടും റിസപ്ഷനിൽ ചെന്ന് പറഞ്ഞു, ഇനിയിപ്പോ എന്ത് ചെയ്യും, ഇനിയിപ്പോ ഈ ഡോക്ടറൊക്കെ ഞാൻ ഉണ്ടോ ഇല്ലോ എന്നല്ല, എന്തായാലും അവര് കാണിക്കണം. അപ്പൊ ഞാൻ ബുക്ക് ചെയ്തിട്ട് പോകാം, ഇനി ഉച്ചയ്ക്ക് ശേഷമാണെങ്കിലും. അപ്പൊ വീണ്ടും റിസപ്ഷനിൽ ചെന്നിട്ട് പറഞ്ഞു, അല്ല ഡോക്ടർ ഇപ്പൊ ഉണ്ട്. കണ്ടോ, ഞാൻ പോലും വിചാരിക്കുന്ന എന്താണ്, ഞാൻ ഉച്ചയ്ക്കായിരിക്കും ഡോക്ടർ ഉണ്ടാവും, ഇതാണ് ഗണിച്ചുകൊണ്ട് ഞാൻ പോകുന്നു. എനിക്ക് ആ ഡോക്ടറെ കാണണമെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ എന്റെ ബാക്കിയുള്ള തണുപ്പ് എനിക്ക് ലാഭിക്കായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ അവിടെ ചെന്നപ്പോ അവരിപ്പോ ഡോക്ടർ ഉണ്ട്, നിങ്ങൾ അവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞു. അവിടെ ഇരുന്ന് ഒരു 10-15 മിനിറ്റ് ഇരുന്നതിന് ശേഷമാണ് ഡോക്ടറെ കണ്ടത്. അപ്പൊ ഡോക്ടർ പറഞ്ഞു, റിസൾട്ട് പ്രകാരം ഒരു കുഴപ്പമില്ല. അപ്പൊ ഇന്നലെ രാത്രി മുതലേ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു, ഇത് എന്നെ എന്തോ ഒന്ന് പഠിപ്പിക്കുന്നുണ്ട് എന്നത്. അപ്പൊ ഡോക്ടർ നോക്കിയപ്പം ആ സ്കാനിങ്ങിൽ ലിവർ ടെസ്റ്റ് ഉണ്ട്, പിന്നെ എല്ലാ കിഡ്നി ടെസ്റ്റ് ഉണ്ട്, യൂട്രസിന്റെ ഉണ്ട്, എല്ലാത്തിന്റെ ടെസ്റ്റും അവർ ചെയ്തിട്ടുണ്ട്. കാരണം പെയിന് കാരണമാണ് അവരത് മുഴുവൻ എനിക്ക് ചെയ്ത് റിസൾട്ട് തന്നത്. അപ്പോ ഇത് നോക്കിയിട്ട് പറഞ്ഞു, ഇത് റിപ്പോർട്ട് പ്രകാരം പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല, അപ്പൊ നിങ്ങൾ വെയിറ്റ് എന്തെങ്കിലും എടുത്തിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കി, കഴിഞ്ഞ ദിവസം അച്ഛൻ ഒന്ന് നിലത്ത് വീണ സമയത്ത് ഞാൻ എടുത്ത, വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല, ഒന്ന് എടുക്കാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. അവിടെ എവിടെയോ എടുക്കാനുള്ള ശ്രമം നടന്നാൽ എനിക്ക് എടുത്ത് പൊക്കി എടുക്കാൻ പറ്റിയോ ഇല്ല, പിന്നെ ഞാൻ അവിടെ തന്നെ ഇരുത്തുകയാണ്. ആ സമയത്ത് എന്റെ ബാക്കിൽ ഒരു പിടുത്തം വന്നിട്ടുണ്ടായിരുന്നു. അതാണ് ആ പെയിനിനുള്ള കാരണം. ഈ ഒരു കാരണമായിരുന്നു. അപ്പൊ രാത്രി പ്രാർത്ഥിച്ചത് ഇത്ര മാത്രം. മറിച്ച് ഞാൻ ചിന്തിക്കുകയാണ്, എന്റെ കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്റെ യൂട്രസിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ആ പ്രശ്നം പിന്നെ അവിടെ കാണും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ അത് ചിന്തിച്ചത് കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായെന്ന് എനിക്ക് മനസ്സിലായി. ആ റിപ്പോർട്ടിൽ ഞാൻ എന്തൊക്കെ രാത്രി ഇതിന് പ്രശ്നമുണ്ടോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ, അവിടേക്ക് ചെറിയൊരു വേരിയേഷൻ എനിക്ക് സ്കാനിങ്ങിലൂടെ കാണിച്ചു തന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ചെറിയൊരു വേരിയേഷൻ ഈ ഭാഗത്തൊക്കെ ഉണ്ടെങ്കിൽ അത് വിഷയമുള്ളൊന്നും കേസൊന്നുമില്ല. അപ്പോഴും ഞാൻ പഠിച്ചു, നേരത്തെ ഈ പുസ്തകം വായിച്ചത് കൂടി കൂട്ടി യോജിപ്പിച്ച് എനിക്ക് മനസ്സിലായി, എന്റെ ലക്ഷ്യം ഇതിൽ നിന്ന് മുക്തി നേടുക എന്നുള്ളതാണ്. അപ്പൊ മറ്റു കാര്യങ്ങൾ ചിന്തിക്കേണ്ടതില്ല എന്ന് കൂടി മനസ്സിലാക്കി തന്ന ഒരു ഇൻസിഡന്റ് ആയിരുന്നു. ഞാൻ കിഡ്നിക്ക് പ്രശ്നമുണ്ടോ എന്ന് നോക്കിയപ്പം അവിടെ ഒരു വേരിയേഷൻ സ്കാനിങ്ങിലൂടെ കാണിച്ചു. ഇനി എന്റെ യൂട്രസിന് വല്ല പ്രശ്നം കൊണ്ടാണോ ബാക്ക് പെയിൻ വന്നത്, അവിടെയും ഒരു വേരിയേഷൻ കാണിച്ചു. കണ്ടോ, ചിന്തിക്കുന്നത് ബ്രെയിൻ സ്വീകരിച്ചു എന്നർത്ഥം. അതുകൊണ്ട് ഒരു ചെറിയ വേരിയേഷൻ കാണിച്ചു, അത് ചിന്തിക്കേണ്ട കാര്യമില്ല. എന്താണോ വേണ്ടത്, ഗോൾ സെറ്റ് ചെയ്യുക, അതിൽ മാത്രം ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോവുക. ഒരുപക്ഷെ ആ ബ്ലെസ്സിങ്, ആ ഒരു പുസ്തക വായന എന്റെ ആ ലക്ഷ്യത്തിലേക്ക് എന്നെ കൂടുതൽ, ഇത് പറയുമ്പോൾ എന്നെ അതിലേക്ക് കൂടി ലക്ഷ്യം വെച്ചു. ഒരുപക്ഷെ ഇന്ന് 6:20 വരെയായിട്ട് പറയാനുള്ള കാരണം അത്രയും ഗോൾ സെറ്റിങ്ങിന് ഇമ്പോർട്ടന്റ് ഉണ്ട്. അതിൽ പല ബ്ലോക്കുകളും ഉണ്ടാകും, പക്ഷെ പിന്മാറാതെ അത് നിങ്ങളുടെ ലക്ഷ്യമാണെങ്കിൽ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു കംപ്ലൈന്റ് പോലും, കാരണം മെഡിക്കൽ റിപ്പോർട്ട് വരെ കാണിച്ചു തന്നത് ഞാൻ ചിന്തിച്ച രാത്രി ഉള്ള ചിന്തയാണ്. കിഡ്നിക്ക് പ്രശ്നം ഉണ്ടാവോ, യൂട്രസിന് പ്രശ്നം ഉണ്ടാവോ, ഇത് രണ്ട് ചിന്തയും സ്കാനിങ്ങിൽ വ്യക്തമായിട്ട് ചെറിയൊരു വേരിയേഷൻ പോലെ എനിക്ക് കാണിച്ചു തന്നു. ഞാൻ മനസ്സിലാക്കിയത്, ഇത്തരം ചിന്തകൾ ആവശ്യമില്ല. ജസ്റ്റ് വെയിറ്റ്, ഗിവ് എ സേക്രഡ് പോസ് ഫോർ യുവർ തോട്ട്സ്, ഫോർ യുവർ വേർഡ്സ്. ഇത്ര മാത്രമേ എനിക്ക് സെയിന്റ് തെരേസ എന്ന പുസ്തകം കൊണ്ട് ലഭിച്ച അത്യപൂർവമായ അനുഗ്രഹം കൊണ്ട്, ഇന്നലത്തെ ഒരു അനുഭവം കൊണ്ട് ഞാൻ പഠിച്ചൊരു കാര്യം. വളരെ ആരോഗ്യവതിയായിട്ട് ഇപ്പൊ ഇരിക്കുന്നു, അതിന് പ്രപഞ്ച ശക്തിയോട് നന്ദിയുണ്ട്. ഒരു പക്ഷേ ഇത്തരം ഒരു ചിന്ത നിങ്ങളിലേക്ക് പറയണമെന്ന് തോന്നുന്ന നിമിഷത്തിന് പോലും നന്ദി പറയാണ്. നിങ്ങൾക്കും ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ, നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നടക്കുന്നുണ്ടാവുന്ന ബ്ലോക്കുകളെ കാണുമ്പോൾ ഭയപ്പെടാതെ, ഒരു കംപ്ലൈന്റും പറയാതെ, സേക്രഡ് പോസ് ചിന്തകൾക്കും വാക്കുകൾക്കും നൽകി ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധിച്ച് മുന്നോട്ട് യാത്ര ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, ഐ ബ്ലസ് യു ഓൾ, ഐ താങ്ക് യു ഓൾ, ആൻഡ് ഐ ലവ് യു ഓൾ. ഗുഡ് ഡേ. താങ്ക് യു മാം. ഫീഡ്ബാക്സ് അറിയിക്കാനായി ബി മാജിക് മെമ്പേഴ്സിനെ ക്ഷണിക്കുന്നു. പറയണമെന്ന് ആഗ്രഹമുള്ളത് ഗോൾ ആണെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, നമ്മുടെ ഗോളിലേക്ക് മുന്നോട്ട് യാത്ര തിരിക്കുക. ഗുഡ് മോർണിംഗ്. മാജിക് മോർണിംഗ്. നല്ലൊരു ടോപ്പിക്കാണ് ഇന്നത്തെ. മറ്റേ ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. കാരണം മദർ തെരേസയുടെ ഒക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ വളരെയധികം വീണ്ടും അത് ഞാൻ പുസ്തകം വായിച്ചിട്ടുണ്ട്, പക്ഷെ മാം പറഞ്ഞപ്പോൾ ഒന്നും കൂടി അത് എനർജിക്കലായിട്ട് കിട്ടി. കാരണം അത് നന്നായിട്ടുണ്ട്. നമ്മൾ ഏത് ലക്ഷ്യത്തിലേക്കാണ് പോകുന്നത് അത് നമ്മൾ നേടിയിരിക്കും എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ കാര്യം. അതിന്റെ അനുഭവം അത് അതിൽ തന്നെ ആയിരുന്നു. എനിക്ക് ഒരുപാട് അനുഭവം ഉണ്ടായിരുന്നു.
നമ്മൾ ഫസ്റ്റ് ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഗോൾ സെറ്റ് ചെയ്യൽ ആവശ്യമാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ജീവിതത്തിൽ അനുഭവങ്ങളുണ്ടായിരുന്നു. പിന്നെ തന്നെ ആവശ്യമില്ലാത്ത നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ അതും അതിന്റെ ദോഷം ചെയ്യുന്നുണ്ട്, എന്റെ പ്രോബ്ലം വന്നിട്ടുണ്ട്. അതും ഇതിൽ നിന്ന് ഇപ്പോൾ നാമിന്റെ ക്ലാസ്സിൽ അത് പൂർണ്ണമായും മനസ്സിലാക്കി. കാരണം ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ആവശ്യമില്ലാത്ത ചിന്ത മനസ്സിലേക്ക് വരും. പിന്നെ അതെന്ത് ചെയ്യാതെ നമുക്ക് ദോഷം ചെയ്യണം. നല്ലൊരു ടോപ്പിക്കായിരുന്നു. താങ്ക് യു. സാർ അത് സയന്റിഫിക് ആയിട്ട് എനിക്ക് പ്രൂവ് ചെയ്തത് പ്രപഞ്ചം നൽകിയതും കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ അതും കൂടി എല്ലാവരും ശ്രദ്ധിക്കുക എന്നുള്ളത് കൂടി എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. താങ്ക് യു സാർ, താങ്ക് യു. പ്രവീണ മാം, മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ് മാജിക് മാം, മോർണിംഗ്. വളരെ നല്ലൊരു മാജിക് ക്ലാസ്, മോർണിംഗ്, പറഞ്ഞോളൂ. വളരെ നല്ലൊരു ക്ലാസ് ആണ്. മദർ തെരേസയെ കുറിച്ച് നമ്മൾ ഒരുപാട് മാം വ്യക്തല്ലേ? എനിക്ക് റേഞ്ച് ഇഷ്യൂ ഉണ്ട്. പറഞ്ഞോളൂ പറഞ്ഞോളൂ, കേൾക്കാം. മദർ തെരേസയെ കുറിച്ച് നമ്മൾ ഇതുപോലെ വായിച്ചിട്ടുണ്ട്. അവരെ നമ്മൾ അനുകരിക്കുക എന്ന് പറഞ്ഞ അത്രയധികം നമ്മുടെ മനസ്സിൽ നന്മയും വേണം, അതുപോലെ തന്നെ സഹനശക്തി. അതിന് ഉത്തമ ഉദാഹരണമാണ് മദർ തെരേസ. അപ്പൊ നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ബി മാജിക്കിൽ വന്നതിന് ശേഷം നമുക്ക് മറ്റുള്ള ആളുകൾ എന്ത് പറഞ്ഞാലും നമുക്ക് അതിനെ തരണം ചെയ്യാനും പിന്നെ നമ്മൾ പ്രതികരിക്കാനും ഉള്ള ആ ഒരു ഇത് നമ്മൾ നിർത്തി. നമ്മളത് എന്തായാലും പ്രപഞ്ചശക്തിക്ക് വിട്ടുകൊടുക്കുക എന്നുള്ള ആ ഒരു കാര്യം തന്നെയാണ് നമ്മളിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ്. ഇപ്പൊ മാം പറഞ്ഞ പോലെ ഒരു നമുക്ക് പെട്ടെന്ന് ഇപ്പൊ മാമിനൊരു സംഭവം ഉണ്ടായി, അതങ്ങനെ മാം അങ്ങനെ വന്നതാണ് ഈ ക്ലാസ്സിലേക്ക് എന്നുള്ളത് പറഞ്ഞു. കറക്റ്റ് ആണ്. എനിക്കും അങ്ങനെയുള്ള ഒരു അനുഭവം വന്നിട്ടുണ്ടായിരുന്നു. നമ്മളങ്ങനെ പെട്ടെന്ന് പെയിൻ വന്ന സമയത്ത് എന്താ അന്ന് നമുക്ക് നമ്മുടെ സേഫ് സാറിന്റെ ക്ലാസ്സും കൂടി ആയിരുന്നു ഇതില്. ആ ഒരു സമയത്ത് എനിക്ക് സാറിന്റെ ക്ലാസ് കേൾക്കാൻ വയ്യ, അത്രയധികം നിൽക്കാനും ഇരിക്കാനും പറ്റാത്തൊരവസ്ഥ. പക്ഷെ നമ്മൾ ചിന്തിച്ചതും അത് തന്നെയാണ്. പെട്ടെന്നൊരു പെയിൻ വന്നപ്പോൾ ഇത് എന്തുകൊണ്ടാണ്, ഒന്നിനും പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ എന്തുകൊണ്ടാണ് എന്നുള്ളത് നമ്മളും ഇതിങ്ങനെ ചിന്തിച്ചു കൂട്ടി. പക്ഷെ അവിടെ ചെന്നപ്പോഴും ഡോക്ടറെ കൺസൾട്ട് ചെയ്ത സമയത്ത് ഇതായിരുന്നു മാമിന്റെ സെയിം ആ ഒരു സിറ്റുവേഷനാണ് എന്നോടും പറഞ്ഞത്. അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന ആ ഒരു കാര്യം നമുക്ക് ചെറുതായിട്ടെങ്കിലും ഒന്ന് കിട്ടും, അത് ഉറപ്പാണ്. നമ്മൾ ആവശ്യമില്ലാതെ ചിന്തിക്കണം, അല്ലാതെ പോസിറ്റീവായിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് സംഭവിക്കില്ല. ഓക്കെ, എന്തായാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു മാം. നല്ലൊരു ക്ലാസ് പറയാതിരിക്കാൻ വയ്യ. മദർ തെരേസയെ കുറിച്ച് സഹനശക്തി, അതുപോലെ തന്നെ അവരുടെ ആ ദയ, അതൊക്കെ നമുക്ക് ഒരുപാട് നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, നല്ലൊരു ക്ലാസ് ആയിരുന്നു മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു പ്രീത. അപ്പൊ താങ്ക് യു എന്ന് പിന്നെ പ്രീതയോട് പറഞ്ഞപ്പോ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. ഓക്കെ, സഹനശക്തിയും അവരുടെ ദയയും, ഒരുപക്ഷെ ഇത് രണ്ടും മുൻകാലഘട്ടങ്ങളിൽ ഈ ബുക്ക് വായിച്ചപ്പോ എന്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം വായിച്ചപ്പോൾ ഈ 2 പോയിന്റ് എന്റെ മനസ്സിലേക്ക് വന്നില്ല. പകരം ഗോൾ സെറ്റിങ്ങും അവരതിലേക്ക് എങ്ങനെയാണ് നടന്നെടുത്തും എന്നാണ് പെട്ടെന്ന് പ്രീത പറഞ്ഞപ്പോൾ ഞാൻ അതുകൂടി ഒന്നുകൂടി ഓർമ്മപ്പെടുത്തി. അതെ, അത്തരത്തിലുള്ള ദയയും സഹനശക്തിയും നമുക്ക് ഉണ്ടാകണം എന്നുകൂടി ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. താങ്ക് യു സോ മച്ച്. മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ്. മാം, എനിക്ക് ഒത്തിരി സന്തോഷം, അതിലേറെ അത്ഭുതം കൂടെ തോന്നുന്നു. ഞാൻ കുട്ടിക്കാലം മുതൽ കേട്ടിട്ടുള്ള കഥകളാണ് ഇതൊക്കെ. പക്ഷെ ഇങ്ങനൊരു ലോ ഓഫ് അട്രാക്ഷൻ ഇതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. ഒരുപാട് സന്തോഷം മാം. താങ്ക് യു, നല്ലൊരു അറിവ് ലഭിച്ചതിന്. താങ്ക് യു. താങ്ക് യു റോസി, താങ്ക് യു സോ മച്ച്. ശരിക്കും ഇതൊരു ലോ ഓഫ് അട്രാക്ഷൻ. നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ പറയുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയും. അപ്പൊ ഇത് അമ്മ നടത്തിയ ഓരോ കാര്യങ്ങളും ലോ ഓഫ് അട്രാക്ഷൻ തന്നെയാണ്. തന്റെ ഇന്റൻഷൻ വെച്ച് പ്രാർത്ഥിച്ച് താൻ വിശ്വസിക്കുന്ന പ്രപഞ്ച ശക്തിയിൽ വിശ്വാസം അർപ്പിച്ച് അവിടെ ഫെയ്ത്തും ഹോപ്പും നടക്കും എന്നൊരു വിശ്വാസവും, അത് നടന്നില്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നടക്കുമ്പോൾ അത് എന്തിനായിരുന്നു എന്ന് എനിക്ക് ബോധ്യപ്പെടുത്തി തരണേനെ മാത്രം പ്രാർത്ഥിച്ചു മുന്നോട്ട്. യെസ്, ലോ ഓഫ് അട്രാക്ഷന്റെ ഒരു ഗ്രേറ്റ് എക്സാമ്പിൾ തന്നെയാണ്. മാജിക് മോർണിംഗ്. നല്ലൊരു സെക്ഷൻ മാജിക് തന്നെയാണ്. മോർണിംഗ്. നല്ല ഒരു മദർ തെരേസ എന്നൊക്കെ പറഞ്ഞാൽ വളരെ വിശുദ്ധയായിട്ടുള്ള നന്മയുടെയും സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ഒക്കെ മൂർത്തിഭാവമായിട്ടുള്ള വ്യക്തിയാണ്. അവർ ചെയ്യുന്ന പ്രവൃത്തികളിലൊക്കെ നമ്മൾ വളരെയേറെ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നതിൽ അങ്ങേപ്പുറം ഒരു മനുഷ്യന് എത്രത്തോളം ഉയരാൻ പറ്റും എന്നുള്ള ആ നിലയിൽ അവർക്ക്. അപ്പൊ ഇത്തരം പ്രത്യേകിച്ച് വളരെ ചെറുപ്പത്തിൽ തന്നെ
പ്രത്യേകിച്ച് ഇന്ത്യയിൽ തന്നെ വന്നിട്ടാണ് അവരെ കാരുണ്യ പ്രവർത്തനങ്ങൾ അതെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ രാജ്യത്ത് വന്നിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെയധികം സ്തുത്യർഹമാണ്. അപ്പോ നമ്മൾ ഈ ഇവരൊരു മാതൃക നമ്മൾ എപ്പോഴും ഉണ്ടെങ്കിൽ അതിലേക്ക് എത്തൂല. ഒരു ഡിവൈൻ പേഴ്സൺ ആണ്, എത്രയോ ഉയരത്തിലാണ് അവരുള്ളത്. പക്ഷെ അവരെ പ്രവൃത്തികൾ എങ്ങനെ വിജയിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ ഇതിൽ കൂടെ മനസ്സിലാക്കിയത്. മാമിന്റെ കാര്യം പറഞ്ഞ ലോ ഓഫ് അട്രാക്ഷൻ, അത് ഒരു ഗോൾ ഉണ്ടായിരിക്കുക, അതിലൊരു ഇന്റൻഷൻ, വിശ്വാസം, അതിൽ ഫോക്കസ് ചെയ്തിട്ട് ലഭിച്ചതിൽ നന്ദി ഒക്കെ പറഞ്ഞിട്ട് അതിന്റെ ലാസ്റ്റ് സ്റ്റേജ് എൻഡ് റിസൾട്ട് കണ്ടിട്ടാണ് അവര് കളിക്കുന്നത്. അപ്പം യഥാർത്ഥത്തിൽ അവര് എത്ര 6000 പൗണ്ട് എന്ന് പറഞ്ഞപ്പം ലണ്ടനിൽ വെച്ച് അത് കൃത്യമായിട്ട് അതേ എമൗണ്ട് തന്നെ ഏകദേശം ലഭിച്ചു എന്നുള്ളതാണ്. അപ്പൊ ടു പിൻ പോയിന്റ് ആണ്, അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് അവരെ ആ പ്രാർത്ഥനയും അതുപോലെ തന്നെ അവരെ ഗോളിലെ ഇന്റൻഷൻ ഒക്കെ ഉള്ളത്. അപ്പൊ വളരെ വിശ്വാസത്തോടു കൂടിയിട്ട് പ്രപഞ്ച ശക്തിയിൽ നമുക്ക് നൽകുന്നുള്ള ഒരു വിശ്വാസം കൂടിയുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ലോ ഓഫ് അട്രാക്ഷന്റെ ഒരു ഭാഗം തന്നെ ആണ്. അപ്പൊ ഇത്രയും നല്ലൊരു കാര്യം അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ഈ വേറെ ഒരു ആംഗിൾ കൂടിയാണ് ഇന്ന് മാം നമ്മളെ തിരിച്ചു വിട്ടത്. അവരെ പ്രവൃത്തികളൊക്കെ ഉണ്ടെങ്കിലും അവരെങ്ങനെ ഇത് സഫലീകരിച്ചു എന്നുള്ള കാര്യമാണ് നമുക്ക് വ്യക്തമായത്. അപ്പൊ നമ്മളിലും പല ഗോളുകൾ ഉണ്ടെങ്കിൽ അതെങ്ങനെ പൂർത്തീകരിക്കാം, അതിലെങ്ങനെ ലഭിച്ചു കഴിഞ്ഞാൽ ഇതല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വേറെ ഒരു ലെവലിലേക്ക് നമ്മൾ എത്താൻ പറ്റും. കിട്ടുന്നതിൽ സന്തോഷിച്ചിട്ട് അതിനൊരു ഉണ്ടാവും. ഇപ്പം സത്രം കിട്ടിയപ്പോൾ അത് എത്ര വലുതാണ് എന്താണെന്നുള്ളത്, അതുപോലെ തന്നെ ഒരു രോഗിയൊക്കെ ഉള്ള ഒരു ഹോസ്പിറ്റലിന് വേണ്ടി പോയപ്പോൾ കിട്ടാതെ ഒരു മൊബൈൽ യൂണിറ്റ് തുടങ്ങാനുള്ള ഒരു ആശയം വരികയും പിന്നീട് അതിലേക്ക് എത്തുകയും ചെയ്തത് വളരെ ഭംഗിയായിട്ട് മാം ഇന്നത്തെ കാര്യം പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് മാമിന്റെ ഒരു ജീവിത കഥയും കൂടി അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പൊ അത് വളരെ ക്ലിയർ ആയിട്ട് ഉണ്ട്, നമ്മളെ ലക്ഷ്യത്തിൽ എത്താൻ നമുക്ക് എന്തായാലും സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ കാര്യങ്ങൾ വളരെ വ്യക്തതയോട് കൂടിയിട്ട് നീങ്ങണമെന്ന് മാത്രമേ ഉള്ളൂ. നല്ലൊരു സെക്ഷൻ ആയിരുന്നു. താങ്ക് യു വെരി മച്ച് മാം. താങ്ക് യു മണി സാർ. അപ്പൊ ഇത് പറയുമ്പോൾ മണി സാർ പറഞ്ഞ ഒരു എക്സ്പീരിയൻസ് വന്നപ്പോൾ ഞാൻ അതിൽ ഒന്നുകൂടി ഉറപ്പിച്ച് ഒന്ന് ഓർമ്മപ്പെടുത്താൻ കൂടി പറയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കൊരു ബാക്ക് പെയിൻ ആണ് വന്നത്. അപ്പൊ ഞാൻ ആ ബാക്ക് പെയിനെ കുറിച്ച് ചിന്തിച്ച് അവിടെ നിന്ന് എനിക്കത് വേണ്ട കൃത്യമായിട്ടുള്ള ചികിത്സ ലഭിച്ച് മുന്നോട്ട് പോകണം എന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെ ഞാൻ ഇത്രയും വട്ടം കറങ്ങേണ്ടി വരില്ലായിരുന്നു. മറിച്ച് ഞാൻ ചിന്തിക്കുന്നത് എന്റെ ഇപ്പുറത്ത് ഇങ്ങനെ ഇവിടെ വേദന ഉള്ളതുകൊണ്ട് ഇതായിരിക്കുമോ കാരണം, ഇത് ഇപ്പുറത്തെ ഇതൊന്നും വേണ്ട, ഇപ്പൊ ഞാൻ അനുഭവിക്കുന്നത് അത് അത്രേ പറയണ്ടുള്ളൂ. ഇത് കേൾക്കുമ്പോൾ നമ്മൾ ആരോടെങ്കിലും പറഞ്ഞാൽ അവരും പറയും ഇതിനിപ്പോ മറ്റേ പ്രശ്നമായിരിക്കോ, ഇതിപ്പോ ഇനിയിപ്പോ ആ പ്രശ്നമായിരിക്കോ, ഇത് കല്ലായിരിക്കോ, പിന്നെ പാറയായിരിക്കോ എന്നൊക്കെ എല്ലാവരും പറയും. കാരണം കിഡ്നി സ്റ്റോൺ ഉണ്ടാവും, യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവും, എന്തും ആവാം ഈ ബാക്ക് പെയിന്റെ കാരണം. ഹെർണിയ വരെ ഇത് തോന്നാം. അപ്പൊ ഇത് പറയുമ്പോൾ നമ്മൾക്ക് ഇനി അതൊക്കെ ആയിരിക്കും, ഒക്കെ വേരിയേഷൻ അവിടെ ബോഡി കാണിക്കും. കാരണം ബ്രെയിൻ പറയും ഇങ്ങനെ ഒരു പ്രശ്നം അവർ ആഗ്രഹിക്കുന്നുണ്ട്, കൊടുത്തേക്കും. ഞാൻ പറഞ്ഞത് കിഡ്നി യൂട്രസും ആണ്. ഇത് രണ്ടും എനിക്ക് വേരിയേഷൻ ബ്രെയിൻ കാണിച്ചെന്നോ ഇല്ലയോ, കാണിച്ചു തന്നു. അപ്പൊ ഞാനും മനസ്സിലാക്കി ഇത്രയേ ഉള്ളൂ. ഇപ്പൊ അതാണ് ഒരു തലവേദനയാണെങ്കിൽ ഇപ്പൊ എനിക്ക് ഒരു തലവേദനയുണ്ട്, ഓക്കെ, എനിക്ക് അതിൽ നിന്ന് ഒന്ന് എനിക്ക് ഫ്രീ ആവണം, എനിക്ക് അത് സുഖപ്പെടുത്തി തരണം, മതി. ഇനി അതിന്റെ പിന്നാലെ ഇനിയിപ്പോ തല കയറും ഇനി ബ്രെയിൻ എന്തെങ്കിലാണോ പ്രശ്നം, ഇനി ആരുടെങ്കിലും കേട്ടിട്ടുണ്ടാവും നിങ്ങൾ, ഞാൻ ട്യൂമർ കാരണമായിരിക്കോ അങ്ങനെയാണ് എന്തെങ്കിലും ബാധിച്ചിട്ടുണ്ടാവും, ഇതിനെക്കുറിച്ച് ആലോചിക്കേണ്ട എന്ന് പറഞ്ഞ ഡോക്ടർക്ക് പോകണ്ടെന്നല്ല അർത്ഥം. ഇതിൽ നിന്ന് എനിക്ക് റിലീഫ് വേണം, എനിക്ക് അത് ഡോക്ടറെ കൃത്യമായിട്ടുള്ള ഒരു ഡയറക്ഷൻ കൊണ്ട് മുന്നോട്ട് നീങ്ങുന്നു മാത്രം പ്രവർത്തിച്ചാൽ മതി. വഴികൾ ഇങ്ങനെ തുറന്ന് വരുന്നത് നമുക്ക് മനസ്സിലാക്കാനാവും. അപ്പൊ ഈ റിസൾട്ട് കിട്ടിയത് കൂടി ഞാൻ ചിന്തിച്ചു, എവറി സെൽസ് ഓഫ് മൈ ബോഡി ഈസ് മൂവിങ് വിത്ത് ഓൾ ദ എനർജീസ് ഓഫ് ദ യൂണിവേഴ്സ് ആൻഡ് ഈച്ച് ആൻഡ് എവറി സെൽസ് ഓഫ് മൈ ബോഡി ഈസ് പ്രൊട്ടക്ടിങ് മീ ടു ഗൈഡ് ടു ഗ്രേറ്റർ എക്സ്റ്റെന്റ്. എന്നെ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാൻ എന്റെ ശരീരത്തിൽ ഓരോ കോശങ്ങളും എന്നെ സജ്ജമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നു. മതി. അതിന്റെ ഇടയ്ക്ക് പാളിച്ചകൾ ഉണ്ടാവും, ഒന്ന് വീണം വരിക്കാം. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് പൂർണ്ണ ആരോഗ്യവതിയായിട്ട് മുന്നോട്ട് നീങ്ങണം എന്ന് ചിന്തിക്കുക. അപ്പോൾ അതും കൂടി കൂട്ടിച്ചേർക്കുകയാണ്, അതിലും കൂടി ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഹെൽത്തിന്റെ പ്രശ്നം വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ പെട്ടെന്ന് കാട് കയറി ചിന്തിക്കുന്നത്. അതിന്റെ ആവശ്യമില്ല. എന്താണോ വേണ്ടത് അതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകും. താങ്ക് യു. സ്വന്തം അച്ഛനെ ശുശ്രൂഷിക്കാൻ ശ്രമിച്ചപ്പോഴാണല്ലോ മാമിന് ചെറിയൊരു ഇത് വന്നത്. അപ്പം ശുശ്രൂഷിക്കാൻ തോന്നുന്ന മനസ്സിനെ വലുതാണെന്ന് അറിയാം.
അപ്പൊ അതാണ്, അപ്പൊ എന്താണ്, അപ്പൊ ഞാൻ പറഞ്ഞത് പെയിൻ വന്നപ്പോഴേ മനസ്സിലായത് എന്തോ എനിക്ക് പഠിക്കാനുണ്ട്. അതായത് അങ്ങനെ സംഭവിച്ചാൽ അച്ഛൻ അവിടെ ഇരുന്നോട്ടെ, അച്ഛന് പ്രശ്നമൊന്നുമില്ല, അച്ഛൻ അവിടെ ഇരുന്നോട്ടെ, നിനക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നീ ചെയ്യുക, നിന്റെ ആരോഗ്യസ്ഥിതി നോക്കുക. അതൊക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇനി മുതൽ അങ്ങനെ സംഭവം ഉണ്ടായാൽ അച്ഛന്റെ കൂടെ ഇത്തിരി സംസാരിച്ച് അമ്മ കൂടി വരട്ടെ എന്ന് പറഞ്ഞ് എന്റെ കൂടി ആരോഗ്യസ്ഥിതി നോക്കിയിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. അല്ലെങ്കിൽ അതിനുള്ള കാര്യപ്രാപ്തി എനിക്ക് വേണം എന്നുകൂടി മനസ്സിലാവും. താങ്ക് യു മാം. മാജിക് മോർണിംഗ് മാജിക് മോർണിംഗ് ടൈം. മാം. ഞാൻ ആദ്യം ഈ ക്ലാസ്സിൽ നിന്ന് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാകും. ഒന്ന് നമ്മള് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് നമ്മളൊരു കാര്യം തീരുമാനിച്ച് ചോദിക്കുന്ന സമയത്ത് നമുക്കത് ലേറ്റ് ആകുമ്പോൾ അപ്പൊ ഒന്ന് നമ്മൾ വിചാരിച്ചോണം, ഇതിനെക്കാട്ടിൽ നമ്മൾ ചോദിക്കുന്നതിനെക്കാട്ടിൽ മഹത്തരമായിട്ടുള്ളൊരു കാര്യമായിരിക്കും കിട്ടുക എന്നുള്ളത്. ക്ഷമയോടുകൂടി വയ്ക്കുക. പിന്നെ നമ്മളൊരു ലക്ഷ്യം വെച്ചിട്ട് ആ ലക്ഷ്യത്തിന്റെ പല മാർഗങ്ങൾ കാണുമല്ലോ, പല തടസ്സങ്ങളും അതിലുണ്ടാകുമ്പോഴും നമ്മൾ ആ ലക്ഷ്യം തന്നെ മുന്നോട്ട് പോകുമ്പോൾ എത്ര തടസ്സം ഉണ്ടെങ്കിലും നമ്മൾ വീണ്ടും എഴുന്നേറ്റ് അത് വീണാലും നമ്മൾ ഓടിക്കണം അല്ലെ. അപ്പം നമ്മുടെ ആ ലക്ഷ്യത്തിലെത്താനായിട്ട് സാധിക്കും. അപ്പൊ പിന്നെ എനിക്ക് മനസ്സിലായത്, മാം ഏതൊരു കാര്യം ചെറിയൊരു കാര്യമാണ് അതിൽ നിന്നും കാതലായിട്ടുള്ളൊരു കാര്യം ആ കഴിവ് അംഗീകരിക്കാതിരിക്കാൻ പറ്റുന്നില്ല മാമിന്റെ. ഞാനതായിരുന്നു ചിന്തിച്ചു. താങ്ക് യു മാമിന്റെ കഴിവിനെ നോക്കി. താങ്ക് യു സോ മച്ച്. ഞാൻ പറഞ്ഞ മുന്നോട്ട് നീങ്ങണം എന്ന് ചിന്തിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ നമ്മളിലുള്ള മഹത്തായ കാര്യം വരുന്ന എവിടെയാന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ കുറിച്ച് കൂടുതൽ ചിന്തിച്ചേ പറ്റൂ. നമ്മുടെ ചിന്തകൾ, കാരണം അത് കുറേയൊക്കെ കറക്റ്റ് ചെയ്ത് വരുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് മറ്റുള്ളവരോട് പെരുമാറാനും നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നതിലും ഒക്കെ കുറച്ചും കൂടി ശ്രദ്ധ വരും എന്നുള്ളതാണ്. സെൽഫ് കെയർ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഞാനിപ്പോ പറഞ്ഞ് ശരിയായോ? അടുത്ത പ്രാവശ്യം എനിക്ക് ശരിയാക്കണമെങ്കിൽ ഇപ്പൊ പറഞ്ഞത് ശരിയാക്കിയെങ്കിലല്ലേ അടുത്ത പ്രാവശ്യം പറയുമ്പോൾ റെസ്പോണ്ട് ചെയ്യുള്ളൂ. അപ്പൊ ഇനി ചിന്തിച്ചു, ഇനി വരുന്നത് എന്തായാലും എന്താണോ വേണ്ടത് അതിനെക്കുറിച്ച് മാത്രം പറയും. ബി മാജിക്കിൽ എനിക്ക് ക്ലാസ് നടത്തണമെങ്കിൽ ഈശ്വര എനിക്കത് എങ്ങനെ നടത്താൻ പറ്റും, എനിക്ക് ഇന്ന ദിവസം പോകണല്ലോ, വേണ്ട, എന്റെ അന്ന ദിവസം യാത്ര ഉണ്ടെങ്കിൽ, ഇപ്പൊ കഴിഞ്ഞ ദിവസം പെട്ടെന്നായിരുന്നു തിങ്കളാഴ്ച ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുന്നതും ബി മാജിക്കിന് എന്നെ വിളിക്കുന്നത്. അപ്പൊ മാഡത്തിന്റെ ക്ലാസ് വെള്ളിയാഴ്ചയല്ലേ, അപ്പൊ മാഡം ടോപ്പിക്ക് തരണം. അപ്പൊ ഞാൻ ചോദിച്ചു, ഈശ്വര വെള്ളിയാഴ്ച, പെട്ടെന്നാണ് ഞാൻ വിളിച്ചിട്ട് വെള്ളിയാഴ്ച ഒരു മീറ്റിംഗ്, ഒരു പഠനമായിട്ട് പോകാനുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ ഒരു കോള് എനിക്കൊരു ബ്ലെസ്സിങ് ആയിരുന്നു. അതല്ലെങ്കിൽ ഞാൻ ആ വെള്ളിയാഴ്ച വ്യാഴാഴ്ച കാത്തിരുന്നു. ഉടനെ ഞാൻ പറഞ്ഞു, എനിക്ക് വ്യാഴാഴ്ച പറ്റുമോ? ഓ അതിനെന്താ, വ്യാഴാഴ്ച സൗകര്യമുണ്ട്. കണ്ടോ? അപ്പൊ വേണ്ടതിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക. അത് എന്തൊക്കെ പ്രശ്നങ്ങൾ മുന്നിലുണ്ടെങ്കിലും അതിനെ മാത്രം ഫോക്കസ് ചെയ്യാം. അതാണ് എനിക്ക് മദർ തെരേസ എന്ന വ്യക്തിയിലൂടെ ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം വായിച്ചപ്പോ ഞാൻ ഉറപ്പിച്ച കാര്യം. നമ്മളെല്ലാവരും വേണ്ടതിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക. അതിന്റെ ഇടയിൽ മഴ പെയ്യുന്നുണ്ടാവും, അതികഠിനമായ കാലാവസ്ഥ മാറ്റങ്ങൾ ഉണ്ടാവും, പ്രശ്നങ്ങളും ഒക്കെ, അതൊക്കെ പെയ്തൊഴിഞ്ഞോട്ടെ, നിൽക്കോട്ടെ. ഫോക്കസ് ഓൺ ദ ഗോൾ, വാട്ട് എവർ ഇറ്റ് ഇസ്. അതൊരു ചെറിയ കാര്യമാണെങ്കിൽ പോലും, ഒരു ദോശ ഉണ്ടാക്കണമെങ്കിൽ പോലും ഗോൾ സെറ്റ് ചെയ്യുക. നാളെ ദോശയാണ്, ഉഴുന്ന് വേണം, ഇത്. അതല്ല, ഉഴുന്നില്ലല്ലോ, ഉഴുന്ന് വാങ്ങാലോ, അരിയില്ല, ഇനിയിപ്പോ ദോശ കഴിച്ചാൽ കഴിക്കുമോ എന്തോ, ദോശ മതി, അത് നന്നായി ഉണ്ടാക്കുക. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു. സെവിന മാം, താങ്ക് യു സോ മച്ച്. നല്ലൊരു ക്ലാസ്. എന്താ പറയേണ്ടത്, സത്യം പറഞ്ഞ മാമിന്റെ ക്ലാസ് എനിക്ക് തോന്നുന്നു ഒരു അനുഗ്രഹമായിട്ടാണ് തോന്നുന്നത്. അത്രയും നല്ലൊരു ക്ലാസ്, വളരെയധികം വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഇന്റൻഷനോട് കൂടിയും വളരെ ക്ഷമയോടുകൂടിയും മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമ്മൾ ആ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തുകയുള്ളൂ എന്നുള്ളൊരു വലിയ പാഠം ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് കിട്ടി എന്ന് വേണം പറയാനായിട്ട്. ഒരുപാട് സന്തോഷം. കാരണം ഞാനും ഒരു എന്താ പറയുക, ഓരോ ഇങ്ങനെ ഇതുപോലെയുള്ള ടെൻഷനിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ് എനിക്കൊരു വലിയ പാഠമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. താങ്ക് യു സോ മച്ച് മാം. ഒരുപാട് നന്ദി. എന്തായാലും ദിവ്യക്ക് അതിലൂടെ കടന്നു പോകാനുള്ള എല്ലാ ശക്തിയും കരുത്തും മനസ്സിനും ശരീരത്തിനും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശിക്കുന്നു. വെൽക്കം. താങ്ക് യു മാം. അപ്പോൾ ഇന്ന് ഇത്രയും മനോഹരമായ ക്ലാസ് എന്ന ടോപ്പിക്കിലെടുത്ത പ്രവീണ മാമിനും
ഈ സെഷനിൽ പങ്കെടുത്ത ബാക്കി ബി മാജിക് മെമ്പേഴ്സിനും നന്ദി. താങ്ക് യു ഓൾ. താങ്ക് യു പ്രവീണ മാം, താങ്ക് യു ഓൾ. താങ്ക് യു ആരതി, താങ്ക് യു താങ്ക് ഓൾ. യു മാം, താങ്ക് യു. ഹലോ. ഹലോ.